സ്കിൽ പോയിന്റിൻ്റെ മൂന്നാമത്തെ പാർട്ടിലേക്ക് സ്വാഗതം. ഇന്നത്തെ പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അനിമേഷൻസ് ആൻഡ് ട്രാൻസിഷനാണ്. സോ അതിനുവേണ്ടി ഞാനൊരു ബ്ലാങ്ക് പ്രസൻറ്റേഷൻ ക്രിയേറ്റ് ചെയ്യുകയാണ്. ബ്ലാങ്ക് പ്രസൻറ്റേഷനിൽ ഞാൻ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ കൊടുക്കുക എന്നുള്ളൊരു കാര്യം പറയാം. കാര്യം നമ്മൾ 2 സ്ലൈഡാണ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. 2 സ്ലൈഡുകളിലായിട്ട് നമ്മൾ അനിമേഷനും ട്രാൻസിഷനും എന്താണെന്ന് പറഞ്ഞു പോകുന്നു. അപ്പോൾ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ട്രാൻസിഷനാണ്. ഓക്കെ, സോ ട്രാൻസിഷൻ ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് 2 സ്ലൈഡ് ക്രിയേറ്റ് ചെയ്യാം. ഒരു ഇൻട്രൊഡക്ഷൻ സ്ലൈഡും ഒരു ടോപ്പിക് സ്ലൈഡും. അപ്പോൾ വളരെ ബേസിക്, നിങ്ങൾക്ക് 2 സ്ലൈഡിന് വേണ്ടി മാത്രമായിട്ട്, എക്സാമ്പിൾ സ്ലൈഡിന് വേണ്ടി മാത്രമായിട്ട് 2 സ്ലൈഡ് ക്രിയേറ്റ് ചെയ്യുന്നു. ഞാൻ ഇതിനകത്ത് തന്നെ ടെക്സ്റ്റ് ബോക്സ് ഓൾറെഡി ഉണ്ട്, അതിനകത്ത് ഞാൻ ഇൻട്രൊഡക്ഷൻ എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, ഇൻട്രൊഡക്ഷൻ. അത് നമുക്ക് നമ്മുടെ ടോപ്പിക്കിൻ്റെ തന്നെ പേര് കൊടുക്കാം അല്ലേ, ട്രാൻസിഷൻസ് ആൻഡ് അനിമേഷൻ. ട്രാൻസിഷൻസ് ആൻഡ് അനിമേഷൻ. സോ ഒരെണ്ണം മതി, എനിക്ക് ഒരെണ്ണം ആവശ്യമില്ല. സോ ഇതിൻ്റെ ഫോണ്ട് കുറച്ചും കൂടെ നല്ല ഫോണ്ടിലോട്ടൊന്ന് മാറ്റാം. സോ നമ്മൾ ഇന്നലെ എടുത്ത ഫോണ്ടൊക്കെ ഇതിനകത്ത് അവൈലബിൾ ആണ്. ഓക്കെ, സോ ട്രാൻസിഷൻസ് ആൻഡ് അനിമേഷൻ കൊടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരു സ്ലൈഡും കൂടെ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഒന്നുകിൽ നിങ്ങൾക്ക് ഷോർട്ട് കീ ആയിട്ടുള്ള Ctrl M ഉപയോഗിക്കാം, അതല്ലാതെ കീബോർഡിൽ എൻ്റർ ബട്ടൺ നിങ്ങൾക്ക് പ്രസ് ചെയ്യാം. പ്രസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വീണ്ടും വന്നു. ഓക്കെ, സോ ടോപ്പിക്സ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഞാൻ അതിനകത്ത് കൊടുക്കുന്നത്. അതിനകത്ത് ഓൾറെഡി ബുള്ളറ്റ് പോയിൻറ്റ്സ് ഉള്ള ഒരു ലേ ഔട്ട് കിടപ്പുണ്ട്. അപ്പോൾ അതിനകത്ത് തന്നെ ഞാൻ കൊടുക്കുകയാണ്. ബുള്ളറ്റ് പോയിൻറ്റ്സിനകത്ത് ഞാൻ കൊടുക്കുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് ഒന്ന് ട്രാൻസിഷൻ, animation, types of animations, timing in animation, advanced features. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിന് മുമ്പായിട്ട് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്യാം, നമ്മൾ ഓൾറെഡി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ടെക്സ്റ്റ് ഇൻസേർട്ട് ചെയ്തതായിരുന്നാലും അതുപോലെ തന്നെ സ്ലൈഡ് ക്രിയേറ്റ് ചെയ്തതായിരുന്നാലും നമ്മൾ കഴിഞ്ഞ ടോപ്പിക്കുകളിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. ഇതിൽ കൂടാത്ത ഒരു ടോപ്പിക്കും കൂടെ ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് പറയുകയാണ്. അത് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് തീം ആഡ് ചെയ്യുന്നതാണ്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഈ ബാക്ക്ഗ്രൗണ്ട്സ് ഇപ്പോൾ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആണല്ലോ ഉള്ളത്. നമ്മൾ ഈ സ്ലൈഡിന് ഒരു ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാനായിട്ട് സാധിക്കും. ആ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുന്നതിലേക്കായിട്ട് നമ്മൾ പോകുന്ന ടാബാണ് ഡിസൈൻ. ഓക്കെ, ഡിസൈൻ എന്ന് പറയുന്ന ടാബിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാനായിട്ട് സാധിക്കും. സോ ഡിസൈനിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് തീംസ് ഉണ്ട് അവൈലബിൾ ആയിട്ടുള്ള. ഇതെല്ലാം തീംസാണ് കണ്ടോ. അതിൻ്റെ പേര് റിബൺ ഗ്രൂപ്പിൻ്റെ പേര് തീംസ് എന്നാണ്. കാര്യം ഒരുപാട് തീംസ് ഡിഫോൾട്ടായിട്ട് എക്സൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് നമുക്ക് ഏതെങ്കിലുമൊക്കെ തീം നമുക്ക് സെലക്ട് ചെയ്യാം. ഇപ്പോഴത്തേക്ക് ഞാനൊരു ഇതിന് ചേരുന്ന ഒരു തീം ഞാൻ സെലക്ട് ചെയ്യുകയാണ്. ഞാൻ ഇതിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒട്ടനവധി തീംസ് അവൈലബിൾ ആണ്. സോ ഞാൻ കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള ഒരു തീം എടുക്കുകയാണ്. ഓക്കെ, ട്രാൻസിഷൻസ് ആൻഡ് അനിമേഷൻ. അപ്പോൾ ആ തീം എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ടൈറ്റിൽ തീമിൽ ഒരു ഗ്രേ ടൈപ്പ് ഒരു കളർ വന്നിട്ടുണ്ട്. അതിനകത്തൊരു ഷേപ്പ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി ഒരു ഷേപ്പ് വന്നിട്ടുണ്ട്. ആ ഷേപ്പിനകത്തോട്ട് നമ്മുടെ ഈ പറഞ്ഞ ടെക്സ്റ്റ് കണ്ടൻറ്റ് അതിനകത്തോട്ട് കൃത്യമായിട്ട് പോയി. കൂടാതെ രണ്ടാമത്തെ സ്ലൈഡിനകത്ത് അതിനകത്ത് ഒരു ബോക്സ് കണ്ടൻറ്റ് വന്നു. അതിനുശേഷം വേറൊരു തീമിലോട്ട് നമ്മുടെ കണ്ടൻസ് എല്ലാം അതിനകത്തോട്ട് പോയി. ഇപ്പോൾ ഈ ഒരു തീമിലോട്ട് ഇതങ്ങ് സെറ്റായി അല്ലേ. അപ്പോൾ നമ്മൾ പുതിയ ബാക്ക്ഗ്രൗണ്ട്, നമ്മൾ സാധാരണ ഒരു നല്ല പ്രസൻറ്റേഷനൊക്കെ ചെയ്യുമ്പോൾ ഡിഫോൾട്ടായിട്ടുള്ള ഈ കാണുന്ന പ്രസൻറ്റേഷൻ, ഈ കാണുന്ന തീമുകൾ മാത്രമല്ല വർക്കൗട്ട് ചെയ്യുന്നത്. നമ്മുടേതായിട്ടുള്ള ഒരു തീമും കൂടെ, അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള ഒരു രീതിയിലൊക്കെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്. നമ്മളൊരു നല്ലൊരു തീം അല്ലെങ്കിൽ നല്ലൊരു കളറൊക്കെ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുന്നത്. ചിലപ്പോൾ നല്ലൊരു ഗ്രേഡിയൻറ്റ് ബാക്ക്ഗ്രൗണ്ടൊക്കെ ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. നമ്മളെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ട്സ് ഒക്കെ ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. അതൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ ഇനി വരുന്ന ടോപ്പിക്കുകൾ, ഇനി നാളെ മുതലുള്ള ടോപ്പിക്കുകൾ
ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നാളെ മുതലുള്ള ടോപ്പിക്കുകൾ കൃത്യമായിട്ടും ഓരോ ദിവസവും ഓരോ പർട്ടിക്കുലർ ടോപ്പിക് റിലേറ്റഡ് ആയിട്ടുള്ള സ്ലൈഡ് പ്രസൻറ്റേഷനാണ്. ഒരു ഫോർ എക്സാമ്പിൾ നാളെ നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്നത് ഗോൾ സെറ്റിംഗ് എന്ന് പറയുന്ന ടോപ്പിക്കിനെ ബേസ് ചെയ്തുകൊണ്ട് 2 സ്ലൈഡ് ക്രിയേറ്റ് ചെയ്യുന്നു, ആ സ്ലൈഡിനകത്ത് ഫോർമാറ്റ് ചെയ്യുന്നു, ആ സ്ലൈഡിനെ അനിമേറ്റ് ചെയ്യുന്നു. ഇതാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇപ്പോഴത്തേക്ക് ഒരു ഉദാഹരണത്തിന് വേണ്ടിയാണ് ഞാനിപ്പോൾ ഒരു ബേസിക് തീം എങ്ങനെ നമുക്ക് നമ്മുടെ ഒരു പവർ പോയിന്റ് പ്രസൻറ്റേഷൻ കൊടുക്കാമെന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, സോ ഇനി നമ്മുടെ ടോപ്പിക്കിലോട്ട് കിടക്കുകയാണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്, ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ട്രാൻസിഷനാണ്. എന്താണ് ട്രാൻസിഷൻ? ട്രാൻസിഷനും അനിമേഷനും രണ്ടും വ്യത്യസ്തമാണ്. എന്താ ട്രാൻസിഷനും അനിമേഷനും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ട്രാൻസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സീനിൽ നിന്നും അല്ലെങ്കിൽ ഒരു സ്ലൈഡിൽ നിന്നും അടുത്ത സ്ലൈഡിലേക്ക് പോകാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു എഫക്റ്റിനെയാണ് നമ്മൾ ട്രാൻസിഷൻ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സ്ലൈഡുകൾക്കിടയിലെ നമുക്കൊരു ട്രാൻസിഷൻ, ഒന്നുകിൽ ഒരു സ്ലൈഡ് തുടങ്ങുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഒരു സ്ലൈഡ് തുടങ്ങുന്നതിന് ശേഷം, സ്ലൈഡിന് ശേഷം അല്ലെങ്കിൽ സ്ലൈഡിന് മുമ്പ്. നിങ്ങൾ സിനിമയിലൊക്കെ കാണില്ലേ, സിനിമയിലൊക്കെ ഇപ്പോൾ ഒരു ഫോൺ കോൾ ചെയ്യുന്ന ഒരു വ്യക്തി, അപ്പോൾ അയാളുടെ ഫോൺ കോള് അല്ലെങ്കിൽ കോള് ആദ്യം കാണിക്കുന്നത് ഫോണായിരിക്കും അല്ലേ. ഫോൺ കാണിച്ചു, ഫോൺ എടുത്തു, അപ്പോൾ അത്രയും ഒരൊറ്റ ഷോട്ടിൽ കാണിച്ചു എന്ന് വിചാരിക്കുക. അതുവരെ അതിനകത്തൊന്നും തന്നെ ട്രാൻസിഷൻ അപ്ലൈ ചെയ്തിട്ടില്ല. അതേസമയം ആ ഫോൺ എടുത്തതിന് ശേഷം അടുത്ത് കാണിക്കുന്നത് അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ ആരാണോ ഫോണിൽ സംസാരിക്കുന്നത് അയാളുടെ ഇമേജ് അല്ലെങ്കിൽ അയാളുടെ വീഡിയോ ആയിരിക്കും അടുത്ത് കാണിക്കുന്നത്. എങ്കിലല്ലേ ആ സ്റ്റോറി, ആ കഥ പറയുന്നത് കൃത്യമാകത്തുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെയാണ്. അപ്പം ഈ രണ്ടാമത്തെ ആ ഫോൺ എടുത്തു കഴിഞ്ഞ് അടുത്ത ആളെ നമ്മൾ കൊണ്ടുവയ്ക്കുന്നതിനിടയിലുള്ള ആ ഒരു ഗ്യാപ്പിനെയാണ് നമ്മൾ ട്രാൻസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന, സിനിമയിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു ട്രാൻസിഷനാണ് കട്ട് അല്ലേ. ഒന്നുമില്ല, ഒരു എഫക്റ്റും ഇല്ല, വെറുതെ കട്ട് ചെയ്ത് പെട്ടെന്ന് അടുത്ത സീന് കാണിക്കുക. അങ്ങനെ ഒരുപാട് ട്രാൻസിഷൻസ്, ഒരുപാട് ഡീഫോൾട്ടായിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള തന്നെ ട്രാൻസിഷൻസ് ഇന്ന് അവൈലബിൾ ആണ്. പവർ പോയിന്റിൽ നമുക്ക് ഒരുപാട് ട്രാൻസിഷൻ എഫക്ട്സുകൾ ഡീഫോൾട്ടായിട്ട് അവർ തരുന്നുണ്ട്. അപ്പോൾ ഞാൻ പവർ പോയിന്റിലോട്ട് വീണ്ടും വരാം. പവർ പോയിന്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഒരു സ്ലൈഡിൽ നിന്നും മറ്റൊരു സ്ലൈഡിലേക്ക് പോകുമ്പോൾ അതിനിടയിൽ വരുന്നത്, ഫോർ എക്സാമ്പിൾ ഇവിടെ 1 എന്ന് പറയുന്ന ഈ സ്ലൈഡ്, ഓക്കെ, ഈ 1 എന്ന് പറയുന്ന സ്ലൈഡ് കഴിഞ്ഞ് രണ്ടാമത്തെ സ്ലൈഡിലോട്ട് പോകുമ്പോൾ അതിനിടയിലുള്ള ട്രാൻസിഷനെയാണ്, അതിനിടയിൽ വരേണ്ട എഫക്റ്റിനെയാണ് എങ്ങനെ പോകണം, ഒന്നാമത്തെ സ്ലൈഡിൽ നിന്നും രണ്ടാമത്തെ സ്ലൈഡിലോട്ട് എങ്ങനെ പോകണം എന്നുള്ളതിനെയാണ് നമ്മൾ എന്ത് തീരുമാനിക്കുന്നത്, ട്രാൻസിഷൻ തീരുമാനിക്കുന്നത്. സോ അത് നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മൾ ആ ഒരു സ്ലൈഡ് ഷോ ചെയ്യുന്ന സമയത്ത്. സ്ലൈഡ് ഷോ എങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? നമ്മുടെ ടാബിൽ നോക്കിക്കഴിഞ്ഞാൽ സ്ലൈഡ് ഷോ എന്ന് പറയുന്ന ഒരു മെനു കാണാം അല്ലേ. ഇപ്പോൾ ഈ 2 സ്ലൈഡ് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നത് എങ്ങനെയാണ്? നമ്മുടെ തംബ്നെയിലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സ്ലൈഡ് കാണാം, ഓരോ സ്ലൈഡ്. ഈ സ്ലൈഡിനെ തന്നെ ഒരു സ്ലൈഡ് ഷോ ആയിട്ട് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ പറഞ്ഞ സ്ലൈഡ് ഷോയിൽ പോയതിന് ശേഷം, ഓക്കെ, സ്ലൈഡ് ഷോയിൽ പോയതിന് ശേഷം അതിനകത്ത് ഒരു റിബൺ ഗ്രൂപ്പ് ഉണ്ട്. സ്റ്റാർട്ട് സ്ലൈഡ് ഷോ എന്ന് പറയുന്ന റിബൺ ഗ്രൂപ്പിനകത്ത് ഏറ്റവും ആദ്യത്തെ 2 ഓപ്ഷനാണ് ഞാനിപ്പോൾ പറയുന്നത്. ഒന്ന് ഫ്രം ബിഗിനിങ്, ഫ്രം കറണ്ട് സ്ലൈഡ്. ഫ്രം ബിഗിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കം മുതൽ ഞാൻ ഏത് സ്ലൈഡിലോ നിന്നോട്ടെ, ഞാനിപ്പോൾ 5 സ്ലൈഡോ 6 സ്ലൈഡോ ഉപയോഗിക്കുകയാണെങ്കിലും ഞാൻ ഏത് സ്ലൈഡിൽ നിന്ന് കഴിഞ്ഞാലും തുടക്കം മുതൽ എനിക്ക് പ്രസൻറ്റേഷൻ കാണാൻ വേണ്ടി ഫ്രം ബിഗിനിങ്. ഇനി ഫ്രം കറണ്ട് സ്ലൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സ്ലൈഡിൽ നിൽക്കുകയാണ്, ആ സ്ലൈഡ് മുതലാണ് എനിക്ക് പ്രസൻറ്റ് ചെയ്യേണ്ടതെങ്കിൽ ഞാൻ ഉപയോഗിക്കുന്നതാണ് ഫ്രം കറണ്ട് സ്ലൈഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരു കാരണവശാലും ഒരു പ്രസൻറ്റേഷൻ ക്രിയേറ്റ് ചെയ്ത് ആ പവർ പോയിന്റിൽ ഇതേപോലെ തംബ്നെയിലും വർക്ക് ഏരിയ ആയിട്ടല്ല ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കുന്നത്. അതിനെ ഒരു പ്രസൻറ്റേഷനായിട്ട്, അതിനൊരു സ്ലൈഡ് ഷോ ആയിട്ടാണ് കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ സ്ലൈഡ് ഷോ ആയിട്ട് കാണിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ പ്രസൻറ്റേഷനകത്ത് കയറി സ്ലൈഡ് ഷോ എന്ന് പറയുന്ന ടാബിൽ ഈ പറഞ്ഞ ഫ്രം ബിഗിനിങ്ങോ ഫ്രം കറണ്ട് സ്ലൈഡോ ഏതാണോ നമ്മുടെ ആവശ്യാനുസരണം നമ്മളത് സെലക്ട് ചെയ്യണം. ഇവിടെ ഞാനിപ്പോൾ ഫ്രം ബിഗിനിങ് ഒന്ന് സെലക്ട് ചെയ്യുകയാണ് കണ്ടോ. ഇപ്പോൾ പൂർണ്ണമായിട്ടും കംപ്ലീറ്റ്ലി എൻ്റെ സ്ലൈഡ് ഷോ അവിടെ വന്നു കഴിഞ്ഞു. ഈ ഒരു സ്ലൈഡ് ഷോയിൽ നിന്ന് അടുത്ത സ്ലൈഡ് ഷോയിലോട്ട് പോകാനായിട്ട്, അടുത്ത സ്ലൈഡിലോട്ട് പോകാനായിട്ട് ഞാൻ മൗസിലൊന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. സോ ഞാൻ മൗസിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കണ്ടോ അടുത്ത സ്ലൈഡ് കാണിച്ചു. സോ ഒരു സ്ലൈഡിൽ നിന്നും അടുത്ത സ്ലൈഡിലോട്ട് വന്നു. ആ വന്നതിനിടയ്ക്ക് ഇപ്പം കിടക്കുന്നത് ഒന്നുമില്ല, ഒരു ട്രാൻസിഷനും ഇല്ല. സോ ഡിഫോൾട്ട് ട്രാൻസിഷൻ എന്ന് പറയുന്നത് കട്ടാണ്. ഒരു ട്രാൻസിഷനും ഇല്ലാത്ത അവസ്ഥയാണ് കട്ടെന്ന് പറയുന്നത്, ഒന്നുമില്ല, നണ്ണാണ് അതിനകത്ത്. ഓക്കെ, സോ നമുക്കൊരു ട്രാൻസിഷൻ അപ്ലൈ ചെയ്ത് നോക്കാം. ട്രാൻസിഷൻ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും എന്താണ് ഡിഫറൻസ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. സോ ഞാൻ ഫസ്റ്റ് സ്ലൈഡ് സെലക്ട് ചെയ്ത് ട്രാൻസിഷൻ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. ട്രാൻസിഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഈ കാണുന്ന ട്രാൻസിഷൻ എന്ന് പറയുന്ന ഈ മെനു ആണ്.
ഓക്കെ, ട്രാൻസിഷൻസ്. സോ ട്രാൻസിഷൻസ് എന്ന് പറയുന്ന ടാബിൽ പോയി കഴിഞ്ഞാൽ അവിടെയും നമുക്ക് ഒരുപാട് ട്രാൻസിഷൻ, ഞാൻ പറഞ്ഞു ഒരുപാട് ട്രാൻസിഷൻസ് അവൈലബിൾ ആണ്. കണ്ടോ, നൺ, കട്ട്, കണ്ടോ കട്ട് ഒന്നുമില്ല. കട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൺ പോലെ തന്നെയാണ്, കട്ടിലൊന്നുമില്ല. ഒരു ജസ്റ്റ് കട്ട് ചെയ്ത് അടുത്ത സ്ലൈഡിലോട്ട് പോകുന്നു. ഞാൻ കട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പ്രിവ്യൂ കാണാം. കണ്ടോ, ജസ്റ്റ് ഒന്നുമില്ല. നമ്മൾ പ്രിവ്യൂ നോക്കുമ്പോൾ തന്നെ അറിയാം, ജസ്റ്റ് ഒരു കട്ട് മാത്രമേ ഉള്ളൂ. അതേപോലെ ഞാൻ ട്രാൻസിഷൻ ഇതിനകത്ത് സെലക്ട് ചെയ്തപ്പോഴത്തേക്കും നമുക്ക് അത് അറിയാൻ പറ്റും. ഇപ്പോൾ ഒന്നാമത്തെ സ്ലൈഡിൽ ട്രാൻസിഷൻ ഉണ്ടോ എന്നറിയാൻ പറ്റുന്നത് എങ്ങനെയാണ്? ഈ കാണുന്ന ഒരു ചെറിയൊരു സ്റ്റാർ സിമ്പലാണ്. കണ്ടോ, ഈ കാണുന്ന സ്റ്റാർ സിമ്പൽ ആ സ്ലൈഡിൽ കാണിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഒന്നാമത്തെ സ്ലൈഡിൽ ഒരു ട്രാൻസിഷൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ട്രാൻസിഷൻ വേണ്ട, നണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ, ഇതിനകത്തുനിന്ന് ആ ട്രാൻസിഷൻ റിമൂവ് ആയി. ഓക്കെ, അപ്പം ഞാൻ ഇതിനകത്ത് ഒരുപാട് ട്രാൻസിഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഇതെല്ലാം ഓരോന്നായിട്ട് നോക്കാം. ഇതെല്ലാം കാണുന്നുണ്ട്, ഓരോ ടൈപ്പ് ട്രാൻസിഷനാണ് ഒരു സ്ലൈഡിൽ നിന്ന് അടുത്ത സ്ലൈഡിലോട്ട് വരാനായിട്ട്. അപ്പോൾ എൻ്റെ സ്ലൈഡ് തുടങ്ങുന്നതാണ്. ഒന്നാമത്തെ സ്ലൈഡിലെ ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ ഒന്നിൻ്റെയും രണ്ടിൻ്റെയും ഇടയിലുള്ളതല്ല, ഒന്ന് തുടങ്ങുന്ന, അല്ലേ? ഒന്നാമത്തെ രണ്ടിൽ നമ്മൾ ട്രാൻസിഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതായിരിക്കും ഈ പറഞ്ഞ ഒന്നിൻ്റെയും രണ്ടിൻ്റെയും ഇടയിൽ വരുന്നത്. അതേസമയം ഒന്നാമത്തേൽ നമ്മൾ ട്രാൻസിഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് തുടങ്ങുന്നത് എങ്ങനെയായിരിക്കും? ആ തുടങ്ങുന്നതിൻ്റെ ഇടയിലാണ് ആ ട്രാൻസിഷൻ അപ്ലൈ ആവുന്നത്. ക്ലിയർ ആണോ? ശരി. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഒന്നാമത്തെ ട്രാൻസിഷനെ ഞാൻ വളരെ ഇതിലേക്ക് വളരെ കുറച്ച് ഇപ്പോൾ കട്ട്, ഫെയ്ഡ്, ഇങ്ങനെ വളരെ സിമ്പിളായിട്ടുള്ള ട്രാൻസിഷൻസാണ് പലപ്പോഴും ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഞാനൊരു കാണുന്നതിലേക്ക് വേണ്ടി, നമുക്ക് ആ കാര്യം കൂടുതൽ മനസ്സിലാക്കുന്നതിലേക്കായിട്ട് വേണ്ടി ഞാൻ കുറച്ച് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ടൈപ്പ് കണ്ടില്ലേ, ഒരുപാട് ടൈപ്പ് ട്രാൻസിഷൻസ് അവൈലബിൾ ആണ്. ഞാനത് ബേസിക്കായിട്ട് ഒരു പുഷ് ട്രാൻസിഷൻ എടുത്തു. ഇതേപോലെ ഒരു ട്രാൻസിഷൻ ഞാൻ എടുത്തു. സോ ഇനി ഞാൻ പ്ലേ ചെയ്യുകയാണ്. സോ ഞാൻ സ്ലൈഡ് ഷോയിൽ പോയി ഫ്രം ബിഗിനിങ് ഞാൻ പ്ലേ ചെയ്യുകയാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ സ്റ്റാറ്റസ് ബാറിൽ വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇവിടെയും നിങ്ങളുടെ സ്ലൈഡ് ഷോ ചെയ്യാനായിട്ടുള്ള ഓപ്ഷനുണ്ട്. പക്ഷേ ഇത് കറണ്ട് സ്ലൈഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ആയിരിക്കും കാണുന്നത്. അതായിരുന്നാലും നമുക്ക് എടുക്കാം. ഞാനിതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ സ്ലൈഡ് ഷോ ഉണ്ടോ, സ്ലൈഡ് ഷോ തുടങ്ങിയത് ഇങ്ങനെയാണ്. അതായത് നോക്കി, ഈ സ്ലൈഡ് ഷോയിൽ നിന്നും പുറത്തു വരാനായിട്ട് ഒന്നുമില്ല, കീബോർഡിലെ എസ്കേപ്പ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, സോ ഞാനിവിടെ സ്ലൈഡ് ഷോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ തുടക്കം, ആ ട്രാൻസിഷൻ എങ്ങനെയാണ് ഉണ്ടോ, ആദ്യത്തേലാണ് വന്നത്, അല്ലേ? ആ ട്രാൻസിഷൻ അവിടെ അപ്ലൈ ആയി. ഇനി നമ്മൾ പ്ലേ ചെയ്തതിന് ശേഷം രണ്ടാമത്തെ സ്ലൈഡ് ഒന്ന് എടുത്തു നോക്കാം. ഓക്കെ, ഞാനിത് ചെയ്തു. അത് കഴിഞ്ഞ് മൗസിലൊരു ക്ലിക്ക് കൊടുക്കുന്ന സമയത്ത് പക്ഷെ ഒന്നാമത്തെ കഴിഞ്ഞ് രണ്ടാമത്തേലോട്ട് വരാൻ പ്രത്യേകിച്ച് ട്രാൻസിഷൻസ് ഒന്നും കൊടുത്തിട്ടില്ല, അല്ലേ? സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിനും ട്രാൻസിഷൻസ് കാണാം. കണ്ടോ, ഇവിടെ സ്റ്റാർ വന്നിട്ടില്ല. സ്റ്റാർ വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ രണ്ടിൻ്റെ മുകളിൽ, അല്ലെങ്കിൽ ഒന്നിനും രണ്ടിനും ഇടയിൽ ട്രാൻസിഷൻ വരണമെന്നുണ്ടെങ്കിൽ ഇവിടെ ട്രാൻസിഷൻ നമ്മൾ അപ്ലൈ ചെയ്യണം. സോ ഞാൻ രണ്ടാമത്തേനും ഒരു ട്രാൻസിഷൻ കൊടുക്കുകയാണ്. ഞാൻ ട്രാൻസിഷൻസ് എടുത്തു. അതിനകത്ത് ഞാൻ വൈപ്പ് ട്രാൻസിഷൻ, ഓക്കെ, ഒരു വൈപ്പ് ട്രാൻസിഷൻ കൊടുത്തു. ഓക്കെ, സോ വൈപ്പ് ട്രാൻസിഷൻ കൊടുത്തു. വീണ്ടും ഞാനൊന്ന് പ്ലേ ചെയ്ത് നോക്കുകയാണ്. സ്ലൈഡ് ഷോ ഫ്രം ബിഗിനിങ്. സോ പ്ലേ ചെയ്ത് നോക്കുമ്പോൾ ആദ്യത്തെ ട്രാൻസിഷൻ ഇങ്ങനെ വന്നു. രണ്ടാമത്തെ ട്രാൻസിഷൻ നോക്കിയോളൂ, ഈ വൈപ്പാണ്. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഫെയ്ഡായിട്ട് നമ്മുടെ അടുത്ത സ്ലൈഡും കയറി വരും. ഓക്കെ, സോ ഇതാണ് ട്രാൻസിഷൻ. അപ്പോൾ അത് മാറിപ്പോകരുത്, ട്രാൻസിഷനും അനിമേഷനും തമ്മിൽ മാറിപ്പോകരുത്. ട്രാൻസിഷൻ എന്ന് പറയുന്നത് രണ്ട് സ്ലൈഡുകളെയോ അല്ലെങ്കിൽ ഒരു സ്ലൈഡിൻ്റെ രണ്ട് സ്ലൈഡുകൾക്കിടയിലോ അല്ലെങ്കിൽ ഒരു സ്ലൈഡിന് മുന്നിലോ അപ്ലൈ ചെയ്യുന്ന ഒരു കാര്യമാണ്. അതൊരു കാരണവശാലും ഒരു സ്ലൈഡിൻ്റെ ഉള്ളിൽ ചെയ്യുന്ന കാര്യങ്ങളല്ല. സ്ലൈഡിൻ്റെ ഉള്ളിനകത്ത് വരുന്ന ഷേപ്പായിരുന്നാലും ടെക്സ്റ്റ് ബോക്സ് ആയിരുന്നാലും എന്തെങ്കിലും പിക്ചേഴ്സ് ആയിരുന്നാലും അതിനെ നമ്മൾ എന്തെങ്കിലും മൂവ്മെൻറ്റോ മറ്റു കാര്യങ്ങളോ ഒക്കെ വരുത്തി കഴിഞ്ഞാൽ അതിനെ നമ്മൾ പറയുന്നതാണ് അനിമേഷൻ എന്ന്. ഞാൻ വീണ്ടും എസ്കേപ്പ് ചെയ്യുകയാണ്. സോ ഇപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ തംബ്നെയിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ രണ്ടിടത്ത് നമുക്ക് ട്രാൻസിഷൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്, അല്ലേ? ഇനി ട്രാൻസിഷൻ നമ്മൾ ഓൾറെഡി അപ്ലൈ ചെയ്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് ട്രാൻസിഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഏതാണോ എടുക്കുന്നത് അപ്പം തന്നെ നമുക്ക് അറിയണം ഏത് ട്രാൻസിഷൻ അപ്ലൈ ചെയ്തിരിക്കുന്നതൊക്കെ. നമ്മൾ ട്രാൻസിഷനകത്ത് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ തൊട്ടപ്പുറത്ത്, ഇപ്പം ഞാനിവിടെ ഫ്ലാഷ് എന്ന് പറയുന്ന ട്രാൻസിഷനാണ് ഇതിന് യൂസ് ചെയ്തിരിക്കുന്നത്, അല്ല ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന വൈപ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും റൈറ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ എഫക്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ആ ട്രാൻസിഷന് തന്നെ വേറെ കുറേ അധികം ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഓപ്ഷൻസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ട്രാൻസിഷൻ രണ്ടാമത്തെ ട്രാൻസിഷൻ എങ്ങനെയാണ് വന്നിരിക്കുന്നതെന്ന് നോക്കിയോളൂ. ലെഫ്റ്റിൽ നിന്നും
അല്ലേ, ലെഫ്റ്റിൽ നിന്നും റൈറ്റിലോട്ടാണ് ആ ട്രാൻസിഷൻ അപ്ലൈ ആയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ എഫക്റ്റ് ഓപ്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം പല ഓപ്ഷൻ അല്ലേ, ഈ ഓപ്ഷനാണ് നമ്മൾക്കിപ്പോൾ ഫ്രം റൈറ്റിലോട്ടാണ് പോയിരിക്കുന്നത്, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടാണ് പോയിരിക്കുന്നത്. ഇനി ഫ്രം ടോപ്പ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കുക. അപ്പോൾ മുകളിൽ നിന്നായിരിക്കും. അപ്പോൾ എഫക്റ്റിൻ്റെ തന്നെ നമ്മൾ എടുക്കുന്ന ഒരു ട്രാൻസിഷൻ്റെ തന്നെ പല ഓപ്ഷൻസ്, അത് എല്ലാ ട്രാൻസിഷനും ഉണ്ടാവണമെന്നില്ല. ഇപ്പം നമ്മൾ എടുക്കുന്ന എല്ലാ ട്രാൻസിഷനും ഈ എഫക്റ്റ് ഉണ്ടാവണമെന്നില്ല. ഇപ്പോൾ കട്ട് എന്ന് പറയുന്ന ട്രാൻസിഷൻ എടുക്കുന്നത് പോലും രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്ന് ത്രൂ ബ്ലാക്ക്, നണ്ണ്. ഇനി അതുപോലെ തന്നെ പുഷ് എടുക്കുന്ന സമയത്തും വൈപ്പ് ഓപ്ഷൻ കണ്ടില്ലേ, ഫ്രം ബോട്ടം ലെഫ്റ്റ്. ഇനി ഫെയ്ഡ് എടുക്കുന്ന സമയത്ത് കണ്ടില്ലേ വൈപ്പ് ഓപ്ഷൻ, ത്രൂ ബ്ലാക്ക്, സ്മൂത്ത്ലി. അങ്ങനെ ഓരോന്നിനും ഓപ്ഷൻസ് അവൈലബിൾ ആയിട്ടുണ്ട്. നിങ്ങൾ ഇതിനകത്തുള്ള പല ട്രാൻസിഷൻസ് എടുത്ത് അപ്ലൈ ചെയ്ത് നോക്കുക, അതിൻ്റെ എഫക്റ്റിൻ്റെ ഓപ്ഷൻസും എന്തൊക്കെയാണെന്ന് നോക്കുക. ഇവിടെ ഇപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന ഇതാണ്. ഇതിനകത്ത് ഇപ്പോൾ ഫെയ്ഡ് എന്ന് പറയുന്ന, ഫെയ്ഡ് നമ്മൾ വൈപ്പല്ലേ കൊടുത്തിരുന്നത്. സോ വൈപ്പാണ് നമ്മൾ ഇതിനകത്ത് കൊടുത്തിരുന്ന ട്രാൻസിഷൻ. അതിൽ റൈറ്റാണ് കിടന്നത്. ഞാനതിനെ റൈറ്റ് നിങ്ങൾ കണ്ടല്ലോ അല്ലേ, ഇതാ നോക്കിയുള്ളൂ പ്രിവ്യൂ. ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് അല്ലേ, പ്രിവ്യൂ നോക്കി കഴിഞ്ഞാൽ അറിയാം. കണ്ടോ, ഇങ്ങോട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ അതേസമയം എഫക്റ്റ് ഓപ്ഷൻ മാറ്റിയിട്ട് ഫ്രം ടോപ്പ് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ, മുകളിൽ നിന്ന് ആ ട്രാൻസിഷൻ താഴോട്ട് വരും. കണ്ടോ, ഫ്രം ടോപ്പ് കൊടുത്തപ്പോഴത്തേക്കും അത് മുകളിൽ നിന്നാണ് താഴോട്ട് വന്നത്. ഇനി അടുത്ത് ഫ്രം ബോട്ടം റൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ, ഇവിടെ നിന്ന് ആ ട്രാൻസിഷൻ എഫക്റ്റ് ആയിട്ട് വന്നു. ഓക്കെ, അപ്പോൾ ആ ഒരു ഓരോ ട്രാൻസിഷനുടെയും ഓപ്ഷൻസ് നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ടുള്ളതാണ് ഈ റൈറ്റ് സൈഡിൽ കാണുന്നത്. അടുത്തത് നമ്മുടെ ട്രാൻസിഷൻ്റെ ടൈമിംഗ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ട്രാൻസിഷൻ്റെ ടൈമിംഗ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിലേക്കായിട്ടാണ് ഈ ഏറ്റവും ലാസ്റ്റ് കാണുന്ന റിബൺ ഗ്രൂപ്പ് ഉള്ളത്. ഇതിനകത്ത് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ഓപ്ഷൻസ് എന്ന് നോക്കാം. യൂഷ്വലി ഒരു സ്ലൈഡിൽ നിന്നും മറ്റൊരു സ്ലൈഡിലേക്ക് പോകുന്ന ട്രാൻസിഷൻ വരുന്നത് മൗസിൻ്റെ ക്ലിക്ക് സഹായത്തോടു കൂടിയാണ്. കാര്യം എപ്പോഴാണോ നമ്മൾ മൗസ് ക്ലിക്ക് ചെയ്യുന്നത്, അതല്ലെന്നുണ്ടെങ്കിൽ കീബോർഡിലെ ഏതെങ്കിലും ഒരു ബട്ടൺ പ്രസ് ചെയ്യുന്നത്, അപ്പോഴായിരിക്കും നമ്മൾ അടുത്ത സ്ലൈഡിലേക്ക് പോകുന്നത്. കാര്യം ഓഡിയൻസിന് നമ്മൾ ആദ്യത്തെ സ്ലൈഡ് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞു എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് രണ്ടാമത്തെ സ്ലൈഡിലോട്ട് പോകുന്നത്. അതാണല്ലോ പ്രസൻറ്റേഷൻ്റെ ഏറ്റവും വലിയ യൂസ് എന്ന് പറയുന്നത്. കാര്യം ഒരു സ്ലൈഡ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ആ സ്ലൈഡ് എത്രത്തോളം നന്നായിട്ട് പറഞ്ഞു കഴിഞ്ഞു എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, അടുത്ത സ്ലൈഡിലോട്ട് പോകുന്നത്. ഇനി നമുക്ക് അങ്ങനെ അല്ല വേണ്ടത്. നമുക്ക് വേണ്ടത് എൻ്റെ സ്ലൈഡ് ഓട്ടോമാറ്റിക്കലി ഒരു 5 സെക്കൻഡ് കഴിയുമ്പോഴത്തേക്കും എൻ്റെ സ്ലൈഡ് അടുത്ത ടോപ്പിക്കിലോട്ട് അല്ലെങ്കിൽ അടുത്ത സ്ലൈഡിലോട്ട് പോകണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്താൽ മതി, ഞാൻ ഏത് സ്ലൈഡ് കഴിഞ്ഞിട്ടാണോ സെക്കൻഡ്സ് വേണ്ടത്. ഇവിടെ ഒരു ചെറിയ വ്യത്യാസം ഉള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ രണ്ടാമത്തെ ട്രാൻസിഷൻ ഞാനിവിടെ ട്രാൻസിഷൻ അപ്ലൈ ചെയ്തപ്പോൾ പറഞ്ഞു, 2ന് ഞാൻ ട്രാൻസിഷൻ അപ്ലൈ ചെയ്തപ്പോഴത്തേക്കും എന്താ സംഭവിച്ചത്, 2ൻ്റെ മുകളിലാണ് അത് അപ്ലൈ ആയത് അല്ലേ, 2ൻ്റെയും 1ൻ്റെയും ഇടയിലാണ് അപ്ലൈ ചെയ്തത്. 1ന് ട്രാൻസിഷൻ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും 1 തുടങ്ങുന്നതിന് മുമ്പാണ് അപ്ലൈ ചെയ്തത് അല്ലേ. അപ്പം അതുപോലെ തന്നെ ഇപ്പം രണ്ടാമത്തെ സ്ലൈഡ് ഇവിടെ ഇപ്പോൾ ഒന്നാമത്തെ കഴിഞ്ഞിട്ടാണല്ലോ വരുന്നത്. അപ്പം രണ്ടാമത്തത് മൗസ് ക്ലിക്ക് ചെയ്യാതെ ഓട്ടോമാറ്റിക്കലി വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നാമത്തെ സ്ലൈഡാണ് ടൈമിംഗ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. കാര്യം 1 കഴിഞ്ഞിട്ട് ഒന്നാമത്തെ സ്ലൈഡ് കഴിഞ്ഞ് ഇത്ര സെക്കൻഡ്സ് കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്ലൈഡ് വരിക. അപ്പോൾ ഇവിടെ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. നമ്മൾ ട്രാൻസിഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ഒന്നാമത്തെ സ്ലൈഡിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 1 തുടങ്ങുന്നതിന് മുമ്പാണ് ഇവിടെയാണ് വരുന്നത് അല്ലേ. രണ്ടാമത്തെ സ്ലൈഡിൽ ട്രാൻസിഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയാണ് വരുന്നത്. പക്ഷേ ടൈമിങ്ങിൽ സംബന്ധിച്ചിടത്തോളം നമ്മൾ രണ്ടാമത്തെ സ്ലൈഡ്, കാര്യം ഒന്നാമത്തെ സ്ലൈഡ് എത്ര സമയം കഴിഞ്ഞ് വരണമെന്നില്ല. കാര്യം നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഒന്നാമത്തെ സ്ലൈഡ് വന്നു. നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം വരുന്നത് ഒന്നാമത്തെ സ്ലൈഡാണ്. അത് കഴിഞ്ഞ് രണ്ടാമത്തെ സ്ലൈഡ് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ സ്ലൈഡ് കഴിഞ്ഞ് എത്ര സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് രണ്ടാമത്തെ സ്ലൈഡ് വരേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഒന്നാമത്തെ സ്ലൈഡിൽ ക്ലിക്ക് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ഈ ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ. ഇവിടെ ഞാൻ 5 സെക്കൻഡ് മാറ്റി കൊടുക്കുകയാണ്. അതിനായിട്ട് ഞാൻ ആഫ്റ്റർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തു, മൗസ് ക്ലിക്ക് ഓഫ് ചെയ്തു. ഓഫ് ചെയ്തതിന് ശേഷം ഞാൻ എന്ത് ചെയ്യാണ്, ഇവിടെ 5 സെക്കൻഡ്സ് നമ്മൾ സെക്കൻഡ്സ് കൊടുക്കേണ്ടത് ഇവിടെയാണ്, രണ്ടാമത്തെ ഫീൽഡിലാണ് കൊടുക്കേണ്ടത്. ഞാൻ അവിടെ എന്ത് ചെയ്യാണ്, 00 അവിടെ 5 സെക്കൻഡ്സ് ഞാൻ കൊടുത്തു, 5 സെക്കൻഡ്. സോ 5 സെക്കൻഡ് ഞാൻ കൊടുത്തു. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യാണ്, സ്ലൈഡ് ഷോയിൽ ഫ്രം ബിഗിനിങ് കൊടുക്കും. അപ്പോൾ എൻ്റെ ആദ്യത്തെ ട്രാൻസിഷൻ അപ്ലൈ ആയി. അത് കഴിഞ്ഞ് 5 സെക്കൻഡ് കഴിയുമ്പോൾ എൻ്റെ രണ്ടാമത്തെ സ്ലൈഡ് വന്നു ഓട്ടോമാറ്റിക്കലി. ഞാൻ ഒന്നിലും ക്ലിക്ക് ചെയ്തില്ല. 5 സെക്കൻഡ് കഴിഞ്ഞപ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി എൻ്റെ രണ്ടാമത്തെ സ്ലൈഡ് വന്നു. ഓക്കെ, ഒരിക്കൽ കൂടെ ഫ്രം ബിഗിനിങ് ആദ്യത്തെ സ്ലൈഡ് വന്നു, ആദ്യത്തെ ട്രാൻസിഷൻ വന്നു. അത് കഴിഞ്ഞ് ഓട്ടോമാറ്റിക്കലി രണ്ടാമത്തെ സ്ലൈഡ് 5 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ വന്നു. സോ ഇതൊരു ഓപ്ഷനാണ്. ഇനി അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത്, അതിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട ഓപ്ഷൻസ് എന്ന് പറയുന്നത്
സൗണ്ട് നമുക്ക് ഇതിനകത്ത് തന്നെ സൗണ്ട് കൊടുക്കാം, ഓരോ ട്രാൻസിഷനും സൗണ്ട് കൊടുക്കാം. ഫോർ എക്സാമ്പിൾ ഒരു ട്രാൻസിഷൻ പോകുന്ന സമയത്ത് ഇപ്പോൾ എനിക്ക് സൗണ്ട് നിങ്ങൾക്ക് ഇതിനകത്ത് കേൾക്കാനുള്ള ഒരു കാര്യം ഇല്ലാത്തതുകൊണ്ട് ഞാനത് എടുത്തു കൊടുക്കുന്നില്ല, നിങ്ങൾക്ക് എടുത്തു കൊടുക്കുക. അത് ജസ്റ്റ് ഇപ്പം നിങ്ങൾ എടുത്തിരിക്കുന്ന ട്രാൻസിഷൻ എന്ന് പറയുന്നത് ഇതിനകത്ത് അപ്ലൈ ചെയ്തിരിക്കുന്ന പുഷ് ട്രാൻസിഷനാണ്. പുഷ് ട്രാൻസിഷൻ നിങ്ങൾക്ക് ഏത് സൗണ്ടാണ് വേണ്ടത് ആ സൗണ്ട് നിങ്ങൾക്ക് ഇതിനകത്ത് കൊടുക്കാം. അടുത്ത് വന്നിട്ട് ഡ്യൂറേഷനാണ്. ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ എത്ര സെക്കൻഡ്സ്, ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ എത്ര സമയം എടുത്ത് വേണം ആ ട്രാൻസിഷൻ നടക്കാൻ. ഇവിടെ ഇപ്പോൾ 1 സെക്കൻഡാണ് കൊടുത്തിരിക്കുന്നത്, ഒറ്റ സെക്കൻഡ് ഉപയോഗിച്ചാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഫോർ എക്സാമ്പിൾ ആദ്യത്തെ ട്രാൻസിഷൻ നമുക്കൊന്ന് കാണാം. പ്ലേ ചെയ്യുന്ന സമയത്ത് ഒറ്റ സെക്കൻഡ് എടുത്തുകൊണ്ടാണ് ചെയ്തത്. ഇവിടെ ഞാൻ 1 സെക്കൻഡ് എന്ന് പറയുന്നത് ഇപ്പോൾ 2-3 സെക്കൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് നോക്കിക്കോളൂ, വളരെ പതുക്കെ ആ ഡ്യൂറേഷനാണ് കാണിക്കുന്നത്, വളരെ പതുക്കെയാണ് അത് റിലീസായത്. 3 സെക്കൻഡ് എടുത്തുകൊണ്ടാണ് ആ ട്രാൻസിഷൻ അവിടെ അപ്ലൈ ആയത്. അപ്പോൾ അതാണ് ഈ 3 സെക്കൻഡ് അല്ലെങ്കിൽ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. ട്രാൻസിഷൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നതാണ്. സോ ഞാനിവിടെ തിരിച്ച് 1 സെക്കൻഡ് തന്നെ കൊടുക്കുകയാണ്. ഇനി ഏറ്റവും താഴെ അടുത്തൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ അപ്ലൈ ടു ഓൾ ആണ്. അപ്ലൈ ടു ഓൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഓൾറെഡി 2 സ്ലൈഡാണ് ഉള്ളത്. ഈ 2 ഇപ്പോൾ ആദ്യത്തെ യൂഷ്വലി നമ്മൾ ഈ ട്രാൻസിഷൻസ് ഒക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ചെറിയ പ്രസൻറ്റേഷൻ, ഇപ്പോൾ 5 സ്ലൈഡോ 6 സ്ലൈഡോ ഒക്കെ വരുന്ന ചെറിയ പെട്ടെന്നൊക്കെ ചെയ്തു പോകുന്ന പ്രസൻറ്റേഷൻസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ എല്ലാ സ്ലൈഡിനും ഒരേ ട്രാൻസിഷൻ തന്നെ അപ്ലൈ ചെയ്യും. കാര്യം ഓരോ സ്ലൈഡ് മാറുമ്പോൾ ഓരോ രീതിയിൽ വരുന്നതിന് പകരം എല്ലാത്തിനും കൂടെ ഒരേ രീതിയിലുള്ള ട്രാൻസിഷൻ. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈ പറഞ്ഞ അപ്ലൈ ടു ഓൾ, ഇപ്പോൾ ഫസ്റ്റ് സ്ലൈഡിനകത്ത് അപ്ലൈ ചെയ്തിരിക്കുന്ന പുഷാണ്. ഇനി ഞാൻ അപ്ലൈ ടു ഓൾ കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ ഇപ്പോൾ 2 സ്ലൈഡേ ഉള്ളൂ. ഇപ്പോൾ 5 സ്ലൈഡ് ഉണ്ടെങ്കിൽ 5 സ്ലൈഡിലും ഈ പുഷ് എന്ന് പറയുന്ന ട്രാൻസിഷൻ എന്ത് എഫക്റ്റ് ആണോ ഇവിടെ കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ എന്ത് ഓപ്ഷൻസ് ആണോ നമ്മുടെ ടൈമിങ്ങിൽ കൊടുത്തിരിക്കുന്നത്, അതേ ഓപ്ഷൻസിൽ ഈ പറഞ്ഞ എല്ലാ സ്ലൈഡുകളിലും അപ്ലൈ ആയി കിട്ടും. ഓക്കെ, സോ ഇതാണ് ട്രാൻസിഷൻ. ഒന്നുകൂടെ ഞാൻ പറയുന്നു, ട്രാൻസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ലൈഡിൽ നിന്നും മറ്റൊരു സ്ലൈഡിലോട്ട് പോകാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു എഫക്റ്റാണ് ട്രാൻസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ട്രാൻസിഷൻ്റെ ടൈമിങ്ങും ഡ്യൂറേഷനും നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. കൂടാതെ നിങ്ങൾക്ക് ട്രാൻസിഷന് സൗണ്ട് നൽകാനും സാധിക്കുന്നതാണ്. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അനിമേഷനാണ്. അനിമേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് വലിയ അനിമേഷൻസ് ഒന്നും അല്ല പവർ പോയിന്റിൽ വരുന്നത്. പവർ പോയിന്റിൽ ബേസിക്കലി വലിയ അനിമേഷൻസും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ക്യാരക്ടർ അനിമേഷനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല ചെയ്യുന്നത്. നമ്മുടെ അനിമേഷൻസ് എന്ന് പറയുന്നത് ടെക്സ്റ്റ് ലെയർ, ഷേപ്പ് ലെയർ, അല്ലെങ്കിൽ ടെക്സ്റ്റ് ഷേപ്പ്, ഇമേജസ്, ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള അനിമേഷൻസ് ആണ് നമ്മൾ കൂടുതലും ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്തുള്ള അനിമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂവി ഉണ്ടാക്കുക എന്നുള്ളതല്ല. ഇതിനകത്തുള്ള അനിമേഷൻ എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നത് ഓഡിയൻസിനെ എന്ത് ചെയ്യുക, ഓഡിയൻസിന് ഒരു ഫീല് വരുത്തുക. കാര്യം ഓഡിയൻസിനെ ഒന്ന് അട്രാക്ട് ചെയ്യുക. ഓഡിയൻസ് ഒരു പെർട്ടിക്കുലർ ടോപ്പിക്ക് ശ്രദ്ധിക്കാൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അനിമേഷൻ. യൂഷ്വലി നമ്മളൊരു PDF ഫയൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, പോർട്ടബിൾ ഡോക്യുമെൻ്റ് ആണ്, ബേസിക് ആയിട്ടുള്ള ഒരു ഫയൽ. ആ ഫയൽ എടുത്തിട്ട് ഞാൻ പ്രൊജക്ടറിൽ ഡിസ്പ്ലേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും അതിൽ നോക്കിക്കൊണ്ടിരിക്കും. പക്ഷേ ആൾക്കാർക്ക് അതിനകത്തോട്ടുള്ളൊരു ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ മനസ്സിലാക്കാനുള്ള ഇൻട്രസ്റ്റ് ഒക്കെ വളരെ കുറവായിരിക്കും. അതേസമയം നമ്മുടെ ടോപ്പിക്ക് പെട്ടെന്ന് എഴുതി കാണിക്കുന്നു. ആ ടോപ്പിക്കിൻ്റെ സബ് ടോപ്പിക്കുകൾ നമ്മൾ പറയുന്നതിനനുസരിച്ച് ഓരോന്നായിട്ട് വിസിബിളായിട്ട് വരുന്നു. ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഓഡിയൻസിനെ കണ്ടിരിക്കുന്നതിനോടൊപ്പം അവർക്ക് അവരുടെ ആ ടോപ്പിക്ക് അവരുടെ മനസ്സിലോട്ട് കയറുകയും ചെയ്യും, അല്ലേ? അപ്പോൾ അതിനാണ് നമ്മൾ ഈ അനിമേഷൻ എന്ന് പറയുന്നത് ഉപയോഗിക്കുന്നത്. അനിമേഷനും നമുക്ക് സെപ്പറേറ്റ് റിബൺ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അനിമേഷൻ എന്ന് പറയുന്ന ടാബ് സെപ്പറേറ്റ് ഉണ്ട്. അതിനകത്താണ് അനിമേഷൻ്റെ എല്ലാ ഓപ്ഷനും. ഫസ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്ന ആദ്യത്തെ സ്ലൈഡിലാണ് ഞാൻ അനിമേഷൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അനിമേഷനും ട്രാൻസിഷനും തമ്മിലുള്ള മേജർ വ്യത്യാസം ഇതാണ്. ട്രാൻസിഷൻ എന്ന് പറയുന്നത് 2 സ്ലൈഡുകൾക്കിടയിൽ ചെയ്യുന്നതാണ്. അനിമേഷൻ എന്ന് പറയുന്നത് ഒരു സ്ലൈഡിനുള്ളിലെ ടെക്സ്റ്റ്, ഇമേജസ്, ഷേപ്സ്, അതിൻ്റെ മൂവ്മെൻറ്റ് വരുത്തുന്നതിനാണ്. അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിക്കുന്നതിന്, അല്ലെങ്കിൽ അതിനൊരു ഗ്രാഫിക്കൽ ചേഞ്ച് കൊണ്ടുവരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അനിമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന സ്ലൈഡിൻ്റെ ഉള്ളിലാണ്. ഈ സ്ലൈഡിനുള്ളിൽ എന്തൊക്കെയുണ്ട്? ഒരു ഷേപ്പ് ലെയർ ഉണ്ട്, അല്ലേ? ഒരു ഷേപ്പ് ലെയർ ഉണ്ട്, അതുപോലെ തന്നെ ഒരു ടെക്സ്റ്റ് ലെയർ ഉണ്ട്. ഈ ടെക്സ്റ്റ് ലെയർ, ഷേപ്പ് ലെയർ, ഈ 2 കാര്യത്തിന് നമ്മൾ കൊടുക്കുന്നതാണ്. ഈ 2 ലെയറിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അനിമേഷൻ അപ്ലൈ ചെയ്യുന്നത്. നമുക്ക് വേറെ ഒന്നിനും അനിമേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ എന്തൊക്കെയാണോ അതിനകത്ത് ഒബ്ജക്ട്സ് ഉള്ളത്, ആ ഒബ്ജക്ട്സിനാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, അനിമേഷൻ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ഇതിൻ്റെ
ഇതിൻ്റെ തീം ഇതാണ് എങ്കിലും ഞാൻ ഇതിൻ്റെ ബോർഡർ ഒന്ന് ഫോർമാറ്റിൽ പോയിട്ട് എൻ്റെ ഔട്ട്ലൈൻ ഞാനൊന്ന് മാറ്റുക, ജസ്റ്റ് വെറും വൈറ്റ് കളറിൽ കൊടുക്കുക. ഓക്കെ, സോ ഔട്ട്ലൈൻ നോ ഔട്ട്ലൈൻ. ഓക്കെ, ഔട്ട്ലൈൻ ഇല്ലാത്ത ഒരു എഫക്റ്റ് കിട്ടും. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, ഓൾറെഡി നിങ്ങൾക്ക് ഡിഫൈൻ ആയി എന്താണ് അനിമേഷൻ എന്നുള്ള കാര്യം. അനിമേഷനും ട്രാൻസിഷനും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായി. അനിമേഷൻ എന്ന് പറയുന്നത് ഒരു സ്ലൈഡിനുള്ളിലുള്ള ഒബ്ജക്ട്സിനെ ചലിപ്പിക്കുന്നതിനെയാണ് നമ്മൾ അനിമേഷൻ എന്ന് പറയുന്നത്. ട്രാൻസിഷൻ എന്ന് പറയുന്നത് രണ്ട് സ്ലൈഡുകൾക്കിടയിൽ എഫക്ട്സ് കൊടുക്കുന്നതിനെയാണ് നമ്മൾ ട്രാൻസിഷൻ എന്ന് പറയുന്നത്. സോ ഇനി അടുത്ത ടൈപ്സ് ഓഫ് അനിമേഷനാണ്. ടൈപ്സ് ഓഫ് അനിമേഷൻ എന്ന് പറഞ്ഞാൽ അനിമേഷൻ പല തരത്തിലാണ്. കാര്യം ഈ പ്രസൻറ്റേഷനെ സംബന്ധിച്ചിടത്തോളം 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അനിമേഷനകത്ത് അവർ ടൈപ്സ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അതിലൊന്നെന്ന് പറയുന്നത് ഇപ്പം അനിമേഷൻ ആയിരുന്നാലും ഞാൻ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നോക്കുമ്പോൾ ഒന്നും ആക്റ്റീവ് അല്ല. ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ്, ഫോർ എക്സാമ്പിൾ ഈ സ്ലൈഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ട്രാൻസിഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആക്റ്റീവാണ്, കാര്യം സ്ലൈഡിലാണ് അത് അപ്ലൈ ആവുന്നത്. പക്ഷേ അനിമേഷൻ അപ്ലൈ ആവുന്നത് ഒബ്ജക്ട്സിലാണ്. അപ്പോൾ ഞാനിവിടെ ഒരു ഷേപ്പ് ലെയർ സെലക്ട് ചെയ്താൽ മാത്രമേ എൻ്റെ അനിമേഷൻ്റെ ഓപ്ഷൻസ് എനിക്ക് കാണാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ ഒരുപാട് അനിമേഷൻ എഫക്ട്സ് ഉണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ കൂടുതൽ ഓപ്ഷൻസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രധാനമായിട്ടും 3 പ്രധാന ഓപ്ഷൻസ് ആണ് കൊടുക്കുന്നത്. ഒന്ന് എൻട്രൻസ് എഫക്റ്റ്. എൻട്രൻസ് എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ഒബ്ജക്റ്റ് നമ്മുടെ സ്ക്രീനിനുള്ളിലോട്ട് വരേണ്ട എഫക്റ്റാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആ സ്ലൈഡിൽ ആ ഒരു മെറ്റീരിയൽ ഇല്ല. അപ്പോൾ ആ സ്ക്രീനിനകത്തോട്ട്, ആ സ്ലൈഡിനകത്തോട്ട് ഒരു എൻട്രൻസ് എഫക്റ്റ്, എൻട്രി എങ്ങനെ ചെയ്യണം. സിനിമയിലൊക്കെ വിജയ് വരുന്നത് പോലെ ആദ്യമായിട്ട് ഒരു ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്ക് അത് എങ്ങനെ എൻ്റർ ചെയ്ത് വരണം എന്നുള്ളതാണ് എൻട്രൻസ് എഫക്റ്റ്. ഇനി എംഫസൈസ് എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നമ്മളൊരു കാര്യം അവിടെ വന്നു, അതിൽ ഒരു 4-5 ടെക്സ്റ്റ് ലെയർ അല്ലെങ്കിൽ 4-5 ഷേപ്പ് ലെയർ അവിടെ ഉണ്ട്. അതിനകത്ത് 4-5 ഷേപ്പ് ലെയറിൽ ഏതാണ് എംഫസൈസ് ചെയ്യേണ്ടത്, ഏതാണ് നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് ഓഡിയൻസിന് കാണിച്ചു കൊടുക്കേണ്ടത്, അതിനെയാണ് നമ്മൾ എംഫസൈസ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് വരുന്നത് എക്സിറ്റ് എഫക്റ്റ് ആണ്. ഓക്കെ, എക്സിറ്റ് എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു പോവുക, എല്ലാം കഴിഞ്ഞു, പറയേണ്ടതൊക്കെ പറഞ്ഞു, എല്ലാം കഴിഞ്ഞു, തിരിച്ചു പോവുക. ഇത് 3 ഉപയോഗിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഒരു ഒബ്ജക്റ്റ് സ്ലൈഡിനുള്ളിൽ വരണമെന്നുണ്ടെങ്കിൽ എൻ്റർ ചെയ്ത് എംഫസൈസ് ചെയ്ത് എക്സിറ്റ് ചെയ്യുക, ഇങ്ങനെയൊന്നും റൂളൊന്നുമില്ല. നമുക്ക് എൻട്രൻസ് മാത്രം മതിയെങ്കിൽ എൻട്രൻസ് മാത്രം ഉപയോഗിച്ചാൽ മതി. ഇനി എക്സിറ്റ് ആണ് വേണ്ടതെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് അതെല്ലാം സത്യം പറഞ്ഞ പ്രസൻറ്റേഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റോറി ടെല്ലിങ്ങും കൂടെയാണ്. നമ്മളൊരു കഥ ഓഡിയൻസിന് പറഞ്ഞു കൊടുക്കുമ്പോൾ ഈ 2 കാര്യങ്ങൾ, ഞാൻ ഉദാഹരണമാണ് പറയുന്നത്, ഈ 2 കാര്യങ്ങൾ നിങ്ങൾ ഉപയോഗിക്കരുത്. ഈ 2 കാര്യങ്ങൾ നിങ്ങൾ ഉപയോഗിക്കരുത് എന്ന് പറയുമ്പോൾ ആ 2 കാര്യങ്ങൾ ഡിസപ്പിയർ ആകുമ്പോൾ, അത് എക്സിറ്റ് എഫക്റ്റ് ഉപയോഗിച്ച് ഡിസപ്പിയർ ചെയ്യുമ്പോൾ, ആ സ്ലൈഡിൽ നിന്ന് ഡിസപ്പിയർ ആകുമ്പോൾ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ ഓഡിയൻസ് എന്താ വിചാരിക്കുക? ഓഡിയൻസിന് അത് മനസ്സിലോട്ട് കയറി. ഓഡിയൻസ് അപ്പം ചിന്തിക്കുന്നത് എന്തായിരിക്കില്ല, എന്ത് രസത്തിലാണ് അത് ഡിസപ്പിയർ ആയെന്നല്ല ചിന്തിക്കുന്നത്, ഇത് 2 അതിനകത്ത് പാടില്ല, ചെയ്യാത്ത ഡൂസ് ആൻഡ് ഡോൺസ് നമ്മളിപ്പോൾ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പം അതിനകത്ത് ഡോൺസ് എന്തൊക്കെയാണെന്ന് ആദ്യം ഡൂസിനകത്ത് കൊണ്ടുവന്നിട്ട് അത് ചെയ്യാൻ പാടില്ല, ഡിസപ്പിയർ ചെയ്യിപ്പിക്കുക. മനസ്സിലാവുന്നില്ലേ? ഇതേപോലുള്ള എഫക്ട്സ് ആണ് എക്സിറ്റ് എഫക്ട്സ് എന്ന് പറയുന്നത്. അടുത്തതെന്ന് പറയുന്നത് മോഷൻ പാത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു അഡീഷണൽ മോഷൻ പാത്ത് വേറൊന്നുമല്ല, നമുക്കൊരു പെർട്ടിക്കുലർ പാത്ത് വരച്ചു കൊടുത്ത് ആ പാത്തിലൂടെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഒബ്ജക്റ്റിനെ അനിമേറ്റ് ചെയ്യും. അത് ഈ കാണുന്നതെല്ലാം മോഷൻ പാത്താണ്, കണ്ടില്ലേ? ലയൻ, ആർക്ക്, ടേൺസ്, ഷേപ്പ്, ഇത് പല ലയൻസ് ആണ്. ഈ ലയൻസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഒരു ഒബ്ജക്റ്റിനെ അനിമേറ്റ് ചെയ്യാം. ഓക്കെ, സോ ഇതാണ് അനിമേഷൻ എന്ന് പറയുന്നത്, ടൈപ്സ് ഓഫ് അനിമേഷൻ. ഓക്കെ, ഇനി എങ്ങനെയാണ് ഈ അനിമേഷൻസ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് നോക്കാം. ഒരു അനിമേഷൻ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാൻ ഒരു ബേസിക് എക്സാമ്പിൾ ഒന്ന് കാണിച്ചു തരാം. ഞാൻ അതിനു വേണ്ടി ഒരു ഷേപ്പ് വരയ്ക്കുകയാണ്. സോ 4 സർക്കിളാണ് ഞാൻ വരച്ചിരിക്കുന്നത്. സോ 4 സർക്കിൾ ഷേപ്പ് വരച്ചു. ഈ ഗേറ്റ്സിന് വലിയ ഉപയോഗമുണ്ട് കണ്ടോ. ഗേറ്റ്സ് ഞാൻ നീക്കുമ്പോൾ കണ്ടോ, ഒരു ചെറിയ ഗേറ്റ്സ് വന്നിട്ട് ആ ഗ്യാപ്പും അതുപോലെ തന്നെ ഒന്നാമത്തെ സർക്കിൾ മുതൽ 2ാമത്തെ സർക്കിൾ വരെയുള്ള ഗ്യാപ്പും 2ാമത്തെ സർക്കിൾ മുതൽ 3ാമത്തെ സർക്കിൾ വരെയുള്ള ഗ്യാപ്പും തുല്യമാണെന്ന് കാണിച്ചു തരുന്നതിനുള്ള ഗേറ്റ്സ് ആണ് ഇതൊക്കെ. എനിക്ക് 2013 മുതൽ ഈ ഫീച്ചർ ഉണ്ട്. നിങ്ങൾ യൂസ് ചെയ്യുന്ന വെർഷൻ ഏതാണെന്ന് അറിയില്ല. സോ ഞാൻ ഇതിനകത്ത് ഓരോ കളേഴ്സ് നമുക്കൊന്ന് മാറ്റി കൊടുക്കാം.
ഓക്കെ. സോ 4 ഒബ്ജക്റ്റ് ഞാൻ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. ഓരോന്നും നമുക്ക് അനിമേറ്റ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് നമ്മൾ അനിമേറ്റ് ചെയ്യുന്നത് എൻട്രൻസ് എഫക്റ്റാണ്. ഇതൊക്കെ നമ്മൾ റെഗുലർലി യൂസ് ചെയ്യുന്ന അനിമേഷൻസ് ആയതുകൊണ്ടാണ് ഏറ്റവും മുകളിൽ ഇത് കാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് മോർ എൻട്രൻസ് എഫക്റ്റ് എന്ന് പറയുന്ന ഇതിലോട്ട് കൊണ്ടുവരാം. ഈ എൻട്രൻസ് എഫക്റ്റിൽ തന്നെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതൊക്കെയാണ് ഏറ്റവും മുകളിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. കണ്ടോ, ഈ കാണുന്നതൊക്കെ മോർ എൻട്രൻസ് എഫക്റ്റിൽ കൂടുതൽ ഉപയോഗിക്കുന്നത്, എംഫസൈസ് എഫക്റ്റിൽ കൂടുതൽ ഉപയോഗിക്കുന്നത്, എക്സിറ്റ് എഫക്റ്റിൽ കൂടുതൽ ഉപയോഗിക്കുന്നത്, അങ്ങനെയൊക്കെ. പക്ഷെ കൂടുതൽ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ക്ലിക്ക് ചെയ്യുക, മോർ എൻട്രൻസ് എഫക്റ്റിൽ ക്ലിക്ക് ചെയ്യുക. സോ അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, ഓരോന്നും നിങ്ങൾ ക്ലിക്ക് ചെയ്ത് നോക്കുക. ഇപ്പോൾ ഇതിനകത്ത് ഇതെല്ലാം എൻട്രൻസ് എഫക്റ്റാണ്, ഈ കാണുന്ന എല്ലാ എൻട്രൻസ് എഫക്റ്റാണ്. ക്ലിക്ക് ചെയ്ത് നോക്കുക. കണ്ടോ, ഇതൊരു ടൈപ്പ് എൻട്രൻസ് എഫക്റ്റ്, ഇതൊരു എൻട്രൻസ് എഫക്റ്റ്, ഇതൊരു എൻട്രൻസ് എഫക്റ്റ്. കണ്ടോ, ഇതെല്ലാം പല ടൈപ്പ് എൻട്രൻസ് എഫക്റ്റ് ആണ്. ഞാനിപ്പോൾ ഇതിനകത്ത് സൂം കൊടുത്തു. കണ്ടോ, സൂം ചെയ്ത് അത് വന്നു. ഞാൻ ഓക്കെ കൊടുത്തു. അപ്പോൾ ഇങ്ങനെ ഒരുപാട് എൻട്രൻസ് എഫക്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് ഇത് ബൗൺസ് എഫക്റ്റ് ഒക്കെ ഉണ്ട്. കണ്ടോ, ഇതെല്ലാം സ്ക്രീനിലോട്ട് ഒരു സ്ലൈഡിലോട്ട് ഒരു എൻട്രൻസ്, ഒരു എൻട്രി ആണ് ഉദ്ദേശിക്കുന്നത് ഈ എഫക്റ്റ് എല്ലാം. ഓക്കെ കൊടുക്കുന്നു. ഒരു എൻട്രൻസ് എഫക്റ്റ് ഞാൻ അപ്ലൈ ചെയ്തു. സോ അനിമേഷൻ ഞാൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ നോക്കി, ഈ സ്ലൈഡിൽ ഞാൻ ആദ്യമായിട്ട് കൊടുത്ത അനിമേഷനാണ് അത്. സോ അവിടെ ഒരു നമ്പർ വന്നു 1. ഓക്കെ, ഈ സ്ലൈഡിൽ ഞാൻ കൊടുത്ത അനിമേഷന് ഒരു നമ്പർ വന്നു 1. അപ്പോൾ എനിക്കിപ്പോൾ അറിയാം ഇത് ഒന്നാമത്തെ അനിമേഷനാണ്. ഓക്കെ, ഇനി അടുത്ത് ഞാൻ രണ്ടാമത്തെ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുന്നു. ഞാൻ ഇതിനകത്ത് ക്ലിക്ക് ചെയ്യുന്നു, മോർ എംഫസിസ് എഫക്റ്റ് എടുക്കുന്നു. അതിനകത്ത് നോക്കിയേ, ഫിൽ കളർ. വേറെ കളർ നമുക്ക് ഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേറെ കളർ ഓപ്ഷൻസ്, ഗ്രോ സ്ട്രിങ്, ലയൻ കളർ, സ്പിൻ, ട്രാൻസ്പെറൻസി, കോംപ്ലിമെൻ്ററി കളർ, കോൺട്രാസ്റ്റിംഗ് കളർ, ഡാർക്കൻ, ലൈറ്റൻ, പൾസ്, ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്നൊരു സംഭവം പൾസ്. ഓക്കെ, ഗുഡ്. ഇപ്പോൾ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഇനി മൂന്നാമത്തത് എക്സിറ്റ് എഫക്റ്റ് എടുക്കുന്നു. അതിനകത്ത് ഈ ഇപ്പം എൻട്രൻസ് വന്നതുപോലെ തന്നെ ഇത് തിരിച്ചു പോകണമല്ലോ. സോ നമുക്കിത് തിരിച്ചു വിടാം, ഒഴിവാക്കാം. ഇതിനകത്ത് ഡിസോൾവ് ഔട്ട്, വീൽ, സൂം ഔട്ട്. കണ്ടോ, നമ്മൾ സൂം വന്നതുപോലെ തന്നെ സൂം ഔട്ട്. ഓക്കെ, ഇനി അടുത്ത് ഇതെല്ലാം നിങ്ങൾ നോക്കിക്കോണം. ഞാൻ ഓരോ അനിമേഷൻ കൊടുക്കുന്ന സമയത്തും ആദ്യം കൊടുത്ത അനിമേഷന് 1 എന്ന് വന്നു, രണ്ടാമത് കൊടുത്ത അനിമേഷന് 2 എന്ന് വന്നു, മൂന്നാമത് കൊടുത്ത അനിമേഷന് 3 എന്ന് വന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്ലൈഡിനുള്ളിൽ ടോട്ടൽ ഒബ്ജക്ട്സ് ഇപ്പോൾ 4 ഒബ്ജക്റ്റാണ് ഉള്ളതെങ്കിൽ ആ 4 ഒബ്ജക്റ്റിൽ ഫസ്റ്റ് ഒബ്ജക്റ്റിന് ഞാൻ ഏത് അനിമേഷനാണോ ആദ്യം കൊടുത്തത് അതാണ് 1 എന്ന് കാണിക്കുന്നത്, രണ്ടാമത് കൊടുത്ത അനിമേഷൻ 2 എന്ന് കാണിക്കുന്നു, മൂന്നാമത് അനിമേഷൻ 3 എന്ന് കൊടുക്കുന്നു. ഇനി നമ്മൾ ഒരു ടൈപ്പ് ഓഫ് അനിമേഷൻ എന്ന് പറയുന്നത് മോഷൻ പാത്താണ്. ആ മോഷൻ പാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്നില്ല, ഒരുപാട് മോഷൻ പാത്തുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പാത്ത് വരച്ച് നമുക്ക് അനിമേറ്റ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, എനിക്ക് ഒരു സിക്സ് ആഗ് ഒരു ഇതാണ് വേണ്ടെങ്കിൽ ഞാൻ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, എനിക്ക് 6 ആഗായിട്ട് വരയ്ക്കാനായിട്ട് പറ്റും. കണ്ടോ, വേവ് കണ്ടോ, വേവ് ആണെങ്കിൽ വേവ് രീതിയിൽ, പോയിന്റ് സ്റ്റാർ കണ്ടോ, പോയിന്റ് രീതിയിൽ വരയ്ക്കാനായിട്ട് പറ്റും. ഇത് കൂടാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാല്ല, കർവ് നമുക്ക് ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് നമ്മുടെ എഫക്റ്റിനകത്ത് പോയി കഴിയുമ്പോൾ ഇവിടെ ലൈൻസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഒരു ലയൻ എഫക്റ്റിൽ വന്നു. കണ്ടോ, ഈ ലയൻ എഫക്റ്റിലാണ് വന്നത്. കണ്ടോ, ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എന്താണ് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, നിങ്ങൾക്ക് എവിടെയാണോ ഇത് വേണ്ടത്. അപ്പോൾ അത് അവിടെ നിന്നായിരിക്കും നമ്മുടെ അനിമേഷൻ ഇതിനകത്ത് അപ്ലൈ ആവുന്നത്. ഇപ്പോൾ എവിടെയാണ് നമ്മുടെ മെറ്റീരിയൽ എവിടെയാണ് നമ്മുടെ അനിമേഷൻ വേണ്ടത് എന്നുള്ളതെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഇതിപ്പോൾ വന്നിരിക്കുന്ന ഈ ലൈൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് താഴോട്ട് വന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒബ്ജക്റ്റ് എവിടെയാണ് വന്ന് നിൽക്കേണ്ടത്, ഈ ഒബ്ജക്റ്റ് എവിടെയാണ് വന്ന് നിൽക്കേണ്ടത്, ഇപ്പോൾ രണ്ടാമത്തെ ഷേപ്പിൽ വന്നിരിക്കണമെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ഷേപ്പിൽ കൊണ്ട് കൊടുക്കാം. സോ പ്രിവ്യൂ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിപ്പോൾ ആദ്യം മുതൽ വരുന്നുണ്ട് 2 3 ഉണ്ടോ. സോ നമ്മൾ അപ്ലൈ ചെയ്ത അനിമേഷൻ എല്ലാം ഞാൻ കൊടുക്കുകയാണ്. 1 2 ഓക്കെ. സോ ഒന്നുകൂടെ നമുക്ക് ടെക്സ്റ്റിൽ ഇതേ അനിമേഷൻ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ടെക്സ്റ്റിനകത്ത് നമ്മൾ ഈ കാണുന്ന പോലെ ട്രാൻസിഷൻ, അനിമേഷൻ ഇതെല്ലാം നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. സോ ഞാൻ ട്രാൻസിഷൻ പക്ഷേ ഇതിനകത്തൊരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിക്കോണം, ട്രാൻസിഷൻ, അനിമേഷൻ, ടൈപ്സ് ഓഫ് അനിമേഷൻ, ടൈമിംഗ് അനിമേഷൻ ഇതെല്ലാം ഞാൻ സെലക്ട് ചെയ്തു. ഞാനിത് ഒരെണ്ണം സെലക്ട് ചെയ്ത് കഴിഞ്ഞ് സ്പ്ലിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എനിക്കതിനകത്ത് ഈ ഒരു ടെക്സ്റ്റിന് എനിക്ക് അനിമേഷൻ കൊടുക്കാനായിട്ട് സാധിച്ചു അല്ലേ. ഞാൻ ആ ടെക്സ്റ്റിന് അനിമേഷൻ കൊടുത്തു. ഇനി അടുത്ത അനിമേഷൻ സെലക്ട് ചെയ്തു, വൈപ്പ് കണ്ടോ, അടുത്ത അനിമേഷൻ കൊടുത്തു.
അപ്പോൾ അതുപോലെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. നമുക്കിത് മൊത്തം ഇത് മുഴുവനായിട്ട് നമുക്ക് എൻട്രൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മൊത്തമായിട്ട് സെലക്ട് ചെയ്തതിന് ശേഷം ഞാൻ എന്ത് ചെയ്താൽ മതി, ഞാൻ ഒരു അപ്പ് ഫെയ്ഡ് ഉണ്ടോ അനിമേഷൻ, ടൈപ്സ് ഓഫ് അനിമേഷൻ, ടൈമിങ്, അപ്പിയർ 1 2 3 4 5 നമ്മൾ ഒരുമിച്ച് സെലക്ട് ചെയ്തപ്പോഴത്തേക്ക് ഈ 5 അനിമേഷനും ഒരുമിച്ച് കൊടുക്കാനായിട്ട് സാധിച്ചു. ഞാൻ ഇതിനകത്ത് മറ്റൊരു എൻട്രൻസ് എഫക്റ്റ് ഞാൻ സെലക്ട് ചെയ്തിട്ട് ഞാൻ ഇതിനകത്ത് പീക്കിൻ, ഓക്കെ. സോ ഞാൻ എൻട്രൻസ് കൊടുത്തു. ഞാൻ എൻട്രൻസ് ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ഈ രീതിയിലാണ്. നമുക്കൊന്നുകൂടെ നോക്കാം. ട്രാൻസിഷൻ, അനിമേഷൻ, ടൈപ്സ് ഓഫ് അനിമേഷൻ, ടൈമിംഗ് ആൻഡ് അനിമേഷൻ, അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ്, ഇത്രയും കാര്യങ്ങൾ വന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഓഡിയൻസിൻ്റെ മുമ്പിൽ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ 5 കാര്യങ്ങൾ വന്നു. ഇനി ഞാൻ പറയാൻ പോകുന്നത് ട്രാൻസിഷനാണ്. ഞാൻ ആദ്യം പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കൊടുക്കാം, എംഫസൈസ് കൊടുക്കാം. എംഫസൈസ് കൊടുക്കുന്നത് എങ്ങനെയാണ്, ഞാൻ വീണ്ടും ട്രാൻസിഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ ഓൾറെഡി ഒരു അനിമേഷൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് അല്ലേ, ഇവിടെ ഓൾറെഡി ഒരു അനിമേഷൻ ഉണ്ട്. നിങ്ങൾക്ക് വീണ്ടും അനിമേഷൻ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അനിമേഷൻ ടാബിൽ ആഡ് അനിമേഷൻ എന്ന് പറയുന്ന ഓപ്ഷനിലോട്ട് പോവാം. ആഡ് അനിമേഷൻ. സോ ഞാനിവിടെ എന്ത് ചെയ്യുന്നു, ആഡ് അനിമേഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം എംഫസൈസിനകത്ത് പൾസ് ഞാൻ കൊടുക്കുകയാണ്. സോ പൾസ് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇത് എത്രാമത്തെ അനിമേഷനാണ്, നമുക്കിപ്പോൾ ഒരുപാട് അനിമേഷൻ കൊടുത്ത സമയത്ത് 1 2 3 4 5 6ാമത്തെ അനിമേഷനാണ് അല്ലേ. സോ 6ാമത്തെ അനിമേഷൻ വന്ന സമയത്ത് എനിക്കത് കാണാനായിട്ട് സാധിക്കുന്നില്ല. ഞാനൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. സ്ലൈഡ് ഷോ ഫ്രം ബിഗിനിങ്. സോ ആദ്യത്തെ സ്ലൈഡ് ഇതായിരുന്നു. ആദ്യത്തെ സ്ലൈഡിൽ നടന്ന അനിമേഷനൊക്കെ ഇങ്ങനെ കാണിക്കുകയാണ്. ഓക്കെ. അത് കഴിഞ്ഞതിന് ശേഷം രണ്ടാമത്തെ സ്ലൈഡ് ഓട്ടോമാറ്റിക്കലി നമ്മൾ മൗസ് ക്ലിക്ക് അല്ല കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ടോപ്പിക്ക് വരുന്നില്ല, ഞാനിവിടെ മൗസ് ക്ലിക്കിലാണ് കൊടുത്തിരിക്കുന്നത്. സോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ട്രാൻസിഷൻ, രണ്ടാമത്തെ ക്ലിക്കിൽ അനിമേഷൻ, മൂന്നാമത്തെ ക്ലിക്കിൽ ടൈപ്സ് ഓഫ് അനിമേഷൻ, നാലാമത്തെ ക്ലിക്കിൽ ടൈമിംഗ്, ഇതെല്ലാം ക്ലിക്ക് ചെയ്യുമ്പോഴാണ് വരുന്നത് കേട്ടോ. ടൈമിംഗ് ആൻഡ് അനിമേഷൻ, അഡ്വാൻസ് ഫീച്ചേഴ്സ്, 5 എണ്ണം വന്നു. ഇനി ഞാൻ പറയാൻ പോകുന്നത് എന്താണ്, ട്രാൻസിഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിനെ പറ്റിയാണ് ഞാൻ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഒരു ക്ലിക്ക് കൊടുക്കുന്ന സമയത്ത് ട്രാൻസിഷനെ ഒന്ന് എംഫസൈസ് ചെയ്ത് കാണിച്ചു. സോ ഇതാണ് ഇതിനകത്ത് സംഭവിച്ചിരിക്കുന്ന ടോട്ടൽ അനിമേഷൻ എന്ന് പറയുന്നത്. സോ ടോട്ടൽ അനിമേഷൻ 6 അനിമേഷൻ ഞാൻ ഇതിനകത്ത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് അനിമേഷൻസ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകും, ഏതിലാണ് ഏത് അനിമേഷനാണ് കൊടുത്തത്. അതുപോലെ എനിക്ക് ഇതിനകത്ത് കുറേയധികം മോഡിഫിക്കേഷൻസ് വരുത്താനുണ്ടായിരുന്നു. ഇതൊക്കെയാണ് ആ അനിമേഷൻ്റെ തന്നെ അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, എനിക്കിവിടെ പ്ലേ ചെയ്യുന്ന സമയത്ത് എൻ്റെ ട്രാൻസിഷൻ, അനിമേഷൻ, ടൈപ്സ് ഓഫ് അനിമേഷൻ, ടൈമിംഗ് ആൻഡ് അനിമേഷൻ, അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് എല്ലാം താഴേന്ന് മുകളിലോട്ടാണ് പീക്കിനായിരിക്കുന്നത്. സോ ഈ അനിമേഷൻ്റെ ഒരു ലെയർ വൈസ് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അഡ്വാൻസ്ഡ് അനിമേഷനിൽ അനിമേഷൻ പെയിൻ. സോ അനിമേഷൻ പെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സെലക്ഷൻ പെയിൻ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഹോം എന്ന് പറയുന്ന ടാബിൽ ഏറ്റവും അവസാനത്തെ എഡിറ്റിംഗ് എന്ന് പറയുന്ന റിബൺ ഗ്രൂപ്പിനകത്ത് സെലക്റ്റിനകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് സെലക്ഷൻ പെയിൻ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. സെലക്ഷൻ പെയിൻ എന്താണ്? സെലക്ഷൻ പെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സ്ലൈഡിനകത്ത് എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതെല്ലാം കാണിക്കുക. കണ്ടന്റ് പ്ലേസ് ഹോൾഡർ, ഇതൊരു പ്ലേസ് ഹോൾഡറാണ്. ടൈറ്റിലുണ്ട്. പിന്നെ അതുപോലെ ഇതിനകത്ത് വരുന്ന ടോപ്പിക്സ് എല്ലാം നമുക്ക് ഇതിനകത്ത് ഈ പ്ലേസ് ഹോൾഡറിനകത്ത് വരുന്നതാണ്. അതുപോലെ തന്നെ അനിമേഷൻ്റെ ലേയേഴ്സ് കാണാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് അനിമേഷൻ പെയിൻ. അത് ഈ കാണുന്ന അഡ്വാൻസ്ഡ് അനിമേഷനിലാണ് അനിമേഷൻ പെയിൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഉള്ളത്. സോ അനിമേഷൻ പെയിൻ ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ, നമ്മുടെ പ്ലേസ് ഹോൾഡറിനകത്ത് നമ്മൾ അവിടെ എന്താണോ പേര് കണ്ടത് അതിനകത്ത് നമുക്ക് എത്ര അനിമേഷൻ ഉണ്ട്. ഈ പറഞ്ഞ അനിമേഷൻ, ടൈപ്പ് ഓഫ് അനിമേഷൻ, ടൈമിംഗ് ആൻഡ് അനിമേഷൻ, അഡ്വാൻസ്ഡ്, ട്രാൻസിഷൻ, അനിമേഷൻ, ഇതെല്ലാം അതിനകത്ത് കാണാം. ഇനി അത് കഴിഞ്ഞാൽ ഏറ്റവും 6ാമത് ഞാൻ വീണ്ടും കൊടുത്തത് ഏതിനാണ്? ട്രാൻസിഷനാണ് ഒരു അനിമേഷൻ കൊടുത്തത്. പക്ഷേ ഇതെല്ലാം എന്താണ്, ഇതെല്ലാം നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് സാധിക്കും. ഇൻ കേസ് നിങ്ങൾക്കൊരു ചെറിയ ചേഞ്ച് വരുത്തണം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഞാൻ ഇപ്പം ഈ 5 എണ്ണം നമ്മൾ 6 എണ്ണം അനിമേഷൻ കൊടുത്തു. ഇനി അടുത്ത് ടോപ്പിക്സിന് നമ്മൾ അനിമേഷൻ കൊടുക്കാൻ പോവുകയാണ്. ഞാൻ ടോപ്പിക്കിന് ഇത് രണ്ടും ഒരൊറ്റ ഒബ്ജക്റ്റാണ്. ഇൻ കേസ് ഇതൊരു 2 ഒബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇതിനകത്ത് തന്നെയാണ് ടോപ്പിക്സ് കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ട് കുഴപ്പമില്ല. അതേസമയം ഇത് 2 ഒബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു അനിമേഷൻ കൊടുക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ അതിനെ ഗ്രൂപ്പ് ചെയ്യണം. ഇപ്പം ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ഞാൻ ഇൻസേർട്ട് ഒരു ടെക്സ്റ്റ് കൊടുക്കുകയാണ്. ടെക്സ്റ്റ് ബോക്സ്, വേറൊരു ടെക്സ്റ്റ് ബോക്സ് കൊടുത്തിട്ട് ടോപ്പിക്സ് കൊടുക്കുക. ടോപ്പിക്സ് കൊടുത്തു. നിങ്ങൾക്ക് ഇവിടെ ടെക്സ്റ്റിൻ്റെ കുറേ അധികം ഓപ്ഷൻസ് ഉണ്ട്, നിങ്ങൾക്ക് അതൊക്കെ യൂസ് ചെയ്യാം.
സോ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരു ഷേപ്പ് വൈറ്റ്, ഓക്കെ, ബാക്ക്വേർഡ്, ഇത് രണ്ടും കൂടെ സെലക്ട് ചെയ്തിട്ട് ഞാൻ അലൈൻ സെൻറ്റർ, അലൈൻ മിഡിൽ. ഓക്കെ, ഫോർമാറ്റ് ഷേപ്പിൽ പോയിട്ട് ഞാൻ അതിൻ്റെ ലൈൻ തിക്നെസ് കുറച്ച് കൂട്ടുകയാണ്. സോ തിക്നെസ്, ഓക്കെ. സോ ഞാൻ ഇത്രയും ചെയ്തു. ഇപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഒബ്ജക്ട്സ് ആണ്. ഇതൊരു ടെക്സ്റ്റ് ലെയർ ആണ്, ഇതൊരു ഷേപ്പ് ലെയർ ആണ്. അപ്പോൾ അങ്ങനെ സാഹചര്യത്തിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഈ 2 ഒബ്ജക്റ്റിനെയും കൂടെ സെലക്ട് ചെയ്ത് ഗ്രൂപ്പ് ചെയ്യുക. ഗ്രൂപ്പ് ചെയ്തതിന് ശേഷം വേണം ആ കാര്യം. അതല്ലെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും 2 അനിമേഷനായിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ടോപ്പിക്കിനെ രണ്ടിനെയും സെലക്ട് ചെയ്യുന്നു, ഗ്രൂപ്പ് ചെയ്യുന്നു, ഗ്രൂപ്പ് കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, അനിമേഷൻ അപ്ലൈ ചെയ്യുന്നു. ഞാൻ എന്ത് അനിമേഷൻ അപ്ലൈ ചെയ്യുന്നത്, അനിമേഷൻ പെയിന് ഞാൻ സെലക്ട് ചെയ്ത് വെച്ചേക്കുന്നു കാണാൻ വേണ്ടിയാണ്. സോ ടോട്ടൽ ഇപ്പോൾ 6 അനിമേഷനുണ്ട്. ഇത് 7ാമത്തെ അനിമേഷനാണ്. സോ 7ാമത്തെ അനിമേഷൻ ഞാൻ എന്ത് ചെയ്യുകയാണ്, ഒരു ഫ്ലൈ ഇൻ, ഓക്കെ, ഫ്ലൈ ഇൻ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തു. അപ്പോൾ എനിക്കിപ്പോൾ ഇതാ 7ാമത്തെ അനിമേഷനാണ്. നിങ്ങൾ നോക്കിയേ, അനിമേഷൻ സംഭവിച്ചിരിക്കുന്നത് ഏറ്റവും ആദ്യം 1ാമത്തെ ട്രാൻസിഷൻ നടന്നു, അത് കഴിഞ്ഞതിന് ശേഷം അനിമേഷൻ നടന്നു, അത് കഴിഞ്ഞ് ടൈപ്സ് ഓഫ് അനിമേഷൻ്റെ ടെക്സ്റ്റ്, ടൈമിംഗ് ഇൻ അനിമേഷൻ, പിന്നെ ട്രാൻസിഷനിൽ തന്നെ യെല്ലോ കളർ വരുമ്പോൾ എംഫസൈസിൻ്റെ ഒരു എഫക്റ്റ് വന്നു. പിന്നെ അത് കഴിഞ്ഞ് 7ാമത്തത് ഗ്രൂപ്പ്, നമ്മൾ സെലക്ട് ചെയ്ത ആ ഗ്രൂപ്പിന് 7ാമത്തെ അനിമേഷൻ വന്നു. അപ്പോൾ ഇത് ഞാൻ പ്ലേ ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ആദ്യം മൗസ് ക്ലിക്ക് ചെയ്യുമ്പോൾ വന്നത് ട്രാൻസിഷനാണ് അല്ലേ, 2ാമത് അനിമേഷൻ, 3ാമത് ടൈപ്സ് ഓഫ് അനിമേഷൻ, 4ാമത് ടൈമിംഗ് ഇൻ അനിമേഷൻ, അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ്, പിന്നെ എംഫസൈസ്, പിന്നെ അത് കഴിഞ്ഞ് ടോപ്പിക്സ്. പക്ഷേ എനിക്ക് വേണ്ടത് അങ്ങനെയല്ല. എനിക്ക് വേണ്ടത് എന്താണ്, എൻ്റെ ഈ ടോപ്പിക്കാണ് എനിക്ക് ഏറ്റവും ആദ്യം അനിമേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഈ അനിമേഷൻ പെയിൻ വളരെ യൂസ്ഫുള്ളാണ്. കാര്യം നിങ്ങൾക്ക് ഇതിനെ എന്ത് ചെയ്യാം, എനിക്ക് ഈ ഗ്രൂപ്പ് 5 ആണ് ആദ്യം വേണ്ടതെങ്കിൽ ഞാൻ എന്ത് ചെയ്താൽ മതി, ഈ ഗ്രൂപ്പ് 5നെ സെലക്ട് ചെയ്യുക, ഡ്രാഗ് ചെയ്ത് ഏറ്റവും ഫസ്റ്റ് കൊണ്ടിടുക കേട്ടോ. അപ്പോൾ ഇത് ഫസ്റ്റ് അനിമേഷനായി കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം ഗ്രൂപ്പ് 5 ഫസ്റ്റ് അനിമേഷനായി, അത് കഴിഞ്ഞ് ട്രാൻസിഷൻ, അനിമേഷൻ, ടൈപ്പ് ഓഫ് അനിമേഷൻ, ടൈമിംഗ് ഇൻ അനിമേഷൻ, അഡ്മിഷൻ എഫക്ട്സ്. ഒരിക്കൽ കൂടെ നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം. ഇപ്പം നോക്കിയേ, ടോപ്പിക്സ് ഫസ്റ്റ് വന്നു, അത് കഴിഞ്ഞ് ട്രാൻസിഷൻ, അനിമേഷൻ, ടൈപ്സ് ഓഫ് അനിമേഷൻ, ടൈമിംഗ് ഇൻ അനിമേഷൻ, അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ്. സ്പെല്ലിംഗ് തെറ്റിപ്പോയത്, അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് എന്നാണ്. ഓക്കെ, ഇനിയുള്ള ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെല്ലാം ഞാൻ ഈ സ്ലൈഡ് ഷോ തുടങ്ങി, ഈ ഓട്ടോമാറ്റിക്കലി സ്ലൈഡ് വന്ന് നിന്നു. അതിനുശേഷം ഓരോന്നും ടോപ്പിക്ക് വരണമെന്നുണ്ടെങ്കിൽ ഞാൻ ക്ലിക്ക് ചെയ്യണം, ടോപ്പിക്സ് വരണമെന്നുണ്ടെങ്കിൽ. അത് കഴിഞ്ഞ് ഓരോന്നും വരണമെന്നുണ്ടെങ്കിൽ ഞാൻ മൗസിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ മാത്രമാണ് അത് വരുന്നത്. സോ അതെനിക്ക് വളരെ ബുദ്ധിമുട്ടാണ്. കാര്യം എൻ്റെ ഒരു രീതിയിൽ അനുസരിച്ച് വരേണ്ടത് ടോപ്പിക്സും, ട്രാൻസിഷൻ, അനിമേഷൻ, ടൈപ്സ് ഓഫ് അനിമേഷൻ, ടൈമിംഗ് ഇൻ അനിമേഷൻ, അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ്, ഇതെല്ലാം ഒരു ഓർഡറിൽ അങ്ങ് വരിക. എംഫസൈസ് ചെയ്യുന്നത് മാത്രം എൻ്റെ മൗസ് ക്ലിക്കിൽ വർക്ക് ചെയ്താൽ മതി. അപ്പോൾ എൻ്റെ ഐഡിയ, അപ്പം നമുക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണം ആദ്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ. ആ ഐഡിയയ്ക്ക് അനുസരിച്ചാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഞാൻ അതൊന്ന് മോഡിഫൈ ചെയ്യാൻ പോകണം. അപ്പോൾ അതിന് ഞാൻ ആദ്യം ചെയ്യുന്നത്, സോ അതിൻ്റെ അഡ്വാൻസ്ഡ് ഓപ്ഷൻ വരുന്നതെന്ന് പറയുന്നത് ഇവിടെയാണ്. ഓരോ അനിമേഷനും, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇതൊരു അനിമേഷനാണ് ഗ്രൂപ്പ് 5. ആ അനിമേഷൻ എങ്ങനെ വേണമെന്ന് നമുക്ക് തീരുമാനിക്കാം. ഓൺ ക്ലിക്ക്, മൗസ് ക്ലിക്കിൽ വേണോ, ഓൺ ക്ലിക്കിൽ വേണോ, അതോ വിത്ത് പ്രീവിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ട് മുന്നേ ഉള്ളതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കം എങ്ങനെ വേണം, വിത്ത് പ്രീവിയസ് വേണോ അതോ ആഫ്റ്റർ പ്രീവിയസ് വേണോ, ഇതെല്ലാം നിങ്ങൾക്ക് അതിൽ കൊടുക്കാം. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നിന്ന് നിങ്ങൾക്ക് ആ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇവിടുത്തെ ഈ ആരോയിൽ സെലക്ട് ചെയ്താലും നിങ്ങൾക്ക് അത് സെലക്ട് ചെയ്യാം. അതായത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാർട്ട് ഓൺ ക്ലിക്ക് ഓൺ വിത്ത് പ്രീവിയസ്. അപ്പോൾ എനിക്കിപ്പോൾ ആദ്യം വരേണ്ട ടോപ്പിക്സ്, ഓക്കെ, ഗ്രൂപ്പ് 5 എന്ന് പറയുന്നത് എന്താണ്, ഈ ടോപ്പിക്സ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് ഈ ഗ്രൂപ്പ് 5ൻ്റെ പേര് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് പേര് മാറ്റാൻ പറ്റില്ല. നിങ്ങൾ എന്ത് ചെയ്യണം, ഹോമിൽ പോയി സെലക്ഷൻ പെയിനിൽ പേര് മാറ്റണമെന്ന് നിർബന്ധമില്ല, പക്ഷേ പേര് ഒക്കെ കൊടുത്ത് ചെയ്യുന്നത് നല്ലതാണ്. നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് പേര് കൊടുക്കാം. ഇപ്പോൾ ഗ്രൂപ്പ് 5ന് നമ്മൾ ടോപ്പിക്സ് എന്ന പേര് കൊടുത്തു കഴിഞ്ഞാൽ അതേ പേര് നമുക്ക് എന്ത് ചെയ്യും, ഈ പറഞ്ഞ നമ്മുടെ അനിമേഷൻ പെയിനിൽ നമുക്ക് ആ പേര് കിട്ടും. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസിയാണ് കൈകാര്യം ചെയ്യാൻ. സോ ടോപ്പിക്സ് ആണ് നമ്മുടെ ആദ്യത്തെ അനിമേഷൻ. മൗസ് ക്ലിക്കിലല്ല എനിക്ക് വേണ്ടത്. എനിക്ക് എങ്ങനെ വേണം, എനിക്ക് വേണ്ടത് സ്റ്റാർട്ട് വിത്ത് പ്രീവിയസ്. അതാണ് എനിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
എന്താ ട്രാൻസിഷൻ കഴിഞ്ഞ് അടുത്ത സ്ലൈഡ് വരുന്നതിനോടൊപ്പം തന്നെ എനിക്ക് എന്തും വരണം, ടോപ്പിക്സും വരണം. സോ ഞാൻ അവിടെ ക്ലിക്ക് ചെയ്തു സ്റ്റാർട്ട് വിത്ത് പ്രീവിയസ്. സോ സ്റ്റാർട്ട് വിത്ത് പ്രീവിയസ് വന്നപ്പോഴത്തേക്ക് നോക്കി ഈ ആനിമേഷന് ഒന്നാമത്തെ ഒരു പ്രയോറിറ്റി വരുന്നില്ല. കാര്യം അത് അതിൻ്റെ കൂടെ വരുന്നത് കൊണ്ട് അത് എന്തായി, 0 ആയി. കണ്ടോ, അതിൻ്റെ പേര് അതിൻ്റെ നമ്പറിങ് വന്നപ്പോൾ 0 ആയി. സോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം നമുക്ക്. സോ പ്ലേ ചെയ്യുന്നു, ദാ ഓട്ടോമാറ്റിക്കലി. ഇപ്പോഴും എനിക്കൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ടോപ്പിക്ക് വന്നത് ഏറ്റവും താഴേന്ന് മുകളിലോട്ടാണ് വന്നത്. കാര്യം അത് ഭയങ്കര ഒരു ഒരു ഭംഗിയില്ല. അപ്പോൾ അതൊന്ന് മാറ്റാനായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ ഈ അനിമേഷൻ്റെ ഇതിൽ കൊടുത്തിരിക്കുന്ന അനിമേഷൻ്റെ എഫക്ട്സിലോട്ട് പോകും. നമ്മുടെ നേരത്തെ ട്രാൻസിഷൻ എഫക്റ്റിലോട്ട് പോയത് തന്നെ അനിമേഷനും ഓരോ എഫക്റ്റ് ഓപ്ഷനുണ്ട്. ആദ്യം നിങ്ങൾ ആ അനിമേഷൻ സെലക്ട് ചെയ്യുക, ടോപ്പിക്സ് സെലക്ട് ചെയ്യുക, അതിനുശേഷം എഫക്റ്റ് ഓപ്ഷനിൽ പോകുന്നു. അതിനുശേഷം എനിക്ക് എന്താണ്, ഫ്രം ടോപ്പ്, ഇപ്പോൾ ബോട്ടോ കിടക്കുന്നത്, എനിക്ക് വേണ്ടത് ഫ്രം ടോപ്പിൽ നിന്ന് വരുന്നില്ല. അപ്പോൾ കുറച്ചും കൂടെ അതാണ്. ഒന്നുകൂടെ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം നമുക്ക്. ഓക്കെ, ഭയങ്കര സ്ലോ ആയി പോയോ എന്നൊരു സംശയം. ഫ്രം ടോപ്പിക്സ് എന്ന് പറയുന്ന ഏറ്റവും മുകളിൽ നിന്ന് ഇത് വന്നപ്പോഴത്തേക്കും ഭയങ്കര സ്ലോ ആയിട്ട് വന്ന് നിൽക്കുന്ന പോലെ എനിക്ക് തോന്നി. സോ അതുകൊണ്ട് ഞാൻ അതിൻ്റെ എന്ത് അഡ്ജസ്റ്റ് ചെയ്യുന്നു, അതിൻ്റെ ടൈമിങ് അഡ്ജസ്റ്റ് ചെയ്യുന്നു. അതാണ് എന്തെന്ന് പറയുന്നത്, ഡ്യൂറേഷൻ. ഡിലേയും ഡ്യൂറേഷനും ഉണ്ട്. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന ഡ്യൂറേഷനാണ്. ഇപ്പോൾ ടൈമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഏകദേശം മൈക്രോ സെക്കൻഡ്സാണ് കിടക്കുന്നത്. അപ്പോൾ ഞാനിത് കുറച്ചും കൂടെ കുറയ്ക്കുകയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, 50 സെക്കൻഡ്സ് എന്ന് പറയുന്നത് വീണ്ടും ഞാൻ കുറയ്ക്കുകയാണ്, 25. അപ്പോൾ നോക്കി നമ്മുടെ ഇതിനകത്ത് നോക്കുമ്പോഴേക്കും കണ്ടോ അതിൻ്റെ ഡ്യൂറേഷൻ കുറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി മുകളിൽ നിന്ന് താഴോട്ട് വരേണ്ടത് കുറച്ചും കൂടെ സ്പീഡിലായി, അല്ലേ, കുറച്ചും കൂടെ സ്പീഡിലായി. അപ്പോൾ ഞാനൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ആണോ, അപ്പോൾ കുറച്ചും കൂടെ ഫൈൻ. നമ്മുടെ ഇപ്പോൾ ഒരാൾ കാണുമ്പോൾ അതിന് അനിമേഷനായിട്ട് കാണത്തൊന്നുമില്ല, ഒരു സാധനം വന്നു. പക്ഷെ കുറച്ചും കൂടെ എഫക്റ്റ് നമുക്ക് ഇതിനകത്ത് കൊടുക്കാം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ടോപ്പിക്സിൻ്റെ തന്നെ ഈ ആരോയിലെ എഫക്റ്റ് ഓപ്ഷനിലോട്ട് പോകും. എഫക്റ്റ് ഓപ്ഷൻ, ഓക്കെ, എഫക്റ്റ് ഓപ്ഷനിലോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എഫക്റ്റ് ഓപ്ഷനകത്ത് കണ്ടോ നമുക്കതിനെ ഇപ്പോൾ എല്ലാത്തിനും എല്ലാ ഓപ്ഷൻസും കാണണമെന്നില്ല. ഈ കാണുന്ന ഓപ്ഷൻസൊക്കെ ഓരോന്നിലും ഡിഫറൻ്റ് ആയിരിക്കും. ഇപ്പോൾ എടുത്തിരിക്കുന്ന എഫക്ട്സിന് ഇതുണ്ട്. സോ അതിനകത്ത് ഇപ്പം ഞാൻ കൊടുക്കാൻ പോകുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ഒന്ന് സ്മൂത്ത് എൻഡ്. ഇപ്പം ഈ സാധനം വന്ന് നിൽക്കുന്നത് സ്മൂത്തായിട്ട് എൻഡ് ചെയ്യാനായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, കുറച്ചൊന്ന് ഞാൻ അതിൻ്റെ സെക്കൻഡ്സ് ഞാൻ സ്മൂത്തായിട്ട് എൻഡ് ചെയ്യുന്ന രീതിയിൽ കൊടുത്തു. ഓക്കെ, സോ ഓക്കെ കൊടുക്കുന്നു ഞാൻ. ആണോ, ഇപ്പം അത് പ്ലേ ചെയ്യുമ്പോൾ ആണോ സ്മൂത്തായിട്ട് വന്ന് എൻഡ് ചെയ്യുന്നു. ഇതൊരു ഓപ്ഷനാണ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഫക്റ്റ് ഓപ്ഷനിൽ പോയിട്ട് ഒരു ബൗൺസ് എഫക്റ്റ്, ഇങ്ങനെ തട്ടി തട്ടി നിൽക്കത്തില്ലേ, ബൗൺസ് എഫക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഫക്റ്റ് ഓപ്ഷൻ. അപ്പോൾ സ്മൂത്ത് എഫക്റ്റ് അവിടെ നിന്ന് മാറും. ബൗൺസ് കൊടുക്കുമ്പോൾ ബൗൺസ് ഒരു 1 സെക്കൻഡ് ബൗൺസ് ഞാൻ കൊടുക്കുകയാണ്. ഓക്കെ കൊടുക്കുകയാണ്. ആണോ, ഇപ്പോൾ ഒരു ബൗൺസ് എഫക്റ്റ് കുറച്ചും കൂടെ കൊടുക്കാൻ തോന്നും, അല്ലേ, ഒരു ഓക്കെ ഓക്കെ. ഇപ്പോൾ എൻ്റെ പ്ലേ ചെയ്യുന്ന സമയത്ത് കുറച്ച് ആ അനിമേഷൻ തന്നെ നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നേരത്തെ ആദ്യം കണ്ട അനിമേഷൻ ഇതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. കാര്യം ആദ്യം കണ്ടത് എന്തോ ഒരു ചെറിയൊരു ബോക്സ് പതുക്കെ നീങ്ങി വരുന്നു. ഇപ്പം നമ്മൾ ചെയ്തപ്പോഴത്തേക്കും അത് അനിമേഷൻ അത് അതിൻ്റെ പാർട്ടാണെന്നേ നമുക്ക് ഫീൽ ചെയ്യത്തുള്ളൂ. കണ്ടില്ലേ, ഇതാ നോക്കിയോളൂ വന്നു. അപ്പോൾ നമ്മളൊരു ഓഡിയൻസിൻ്റെ മുന്നിലോട്ട് വരുമ്പോഴും അവർ ശ്രദ്ധിക്കുന്നില്ല, അത് നീങ്ങി വരുന്നു, ഇത് പറന്നു പോകുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവർ ചിന്തിക്കില്ല. അത് നേരെ നമ്മുടെ ആ ഒരു ടോപ്പിക്കിലോട്ടുള്ള ശ്രദ്ധയായിരിക്കും കൂടുതൽ കിട്ടുന്നത്. ഇനി ബാക്കിയുള്ളത് നോക്കാം നമുക്ക്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ ഈ ടോപ്പിക്സ് വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ അനിമേഷൻ കഴിഞ്ഞാൽ പിന്നെയുള്ള അനിമേഷൻസ് ട്രാൻസിഷൻ ആയിരുന്നാലും അനിമേഷൻ ടൈപ്സ് ഓഫ് അനിമേഷൻ ഇതെല്ലാം വരേണ്ടത് ആഫ്റ്റർ പ്രീവിയസ് ആണ്. ഓക്കെ, കാര്യം എന്താണ്, നമ്മൾ ഇത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് സ്റ്റാർട്ട് ആഫ്റ്റർ പ്രീവിയസ് എന്ന് പറഞ്ഞാൽ പ്രീവിയസ് കഴിഞ്ഞാൽ ടോപ്പിക്സ് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് എന്ത് വരണം, ട്രാൻസിഷൻ വരണം. അപ്പോൾ അത് മാത്രം ടോപ്പിക്സ് വന്നതിന് ശേഷം ഞാൻ എന്ത്, അത് കഴിഞ്ഞ് ഞാനിപ്പോൾ ഒരു സ്ലൈഡ് പ്രസൻറ്റ് ചെയ്യുകയാണ്. ആദ്യം ഞാൻ പറഞ്ഞു നമ്മളിന്ന് പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത് ട്രാൻസിഷൻസ് ആൻഡ് അനിമേഷനാണ്. ശരി, ഞാൻ കീബോർഡിൽ എൻ്റർ അടിച്ചു. ഉടനെ അടുത്ത സ്ലൈഡിലോട്ട് വന്നു, ടോപ്പിക്സ് എന്ന് എഴുതി കാണിച്ചു. വീണ്ടും ഞാൻ ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല അവിടെ. കാര്യം ടോപ്പിക്സ് എല്ലാം വന്നതിന് ശേഷമാണല്ലോ ഞാൻ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കേണ്ടത്. അല്ല, ഞാൻ ടോപ്പിക്സ് വീണ്ടും ഞാൻ ക്ലിക്ക് ചെയ്യുന്നു, അടുത്ത് വരട്ടെ, വീണ്ടും ഞാൻ ക്ലിക്ക് ചെയ്യുന്നു, അങ്ങനെയല്ല. അപ്പോൾ നമ്മുടെ സ്റ്റോറി ടെല്ലിങ് എങ്ങനെയാണോ, ഇപ്പം നിങ്ങൾക്ക് അങ്ങനെയാണ് വേണ്ടത്. ഞാൻ ടോപ്പിക് ഇപ്പം നിങ്ങൾ പ്രസൻറ്റ് ചെയ്യുമ്പോഴത്തേക്കും ടോപ്പിക്സ് വന്നു, ഇനി ഞാൻ ക്ലിക്ക് ടോപ്പിക്സിനും അടുത്ത് വരേണ്ട കണ്ടന്റിനും ഇടയിൽ നിങ്ങൾക്ക് എന്തോ ഓഡിയൻസിൻ്റെ അടുത്ത് പറയാനുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മൗസ് ക്ലിക്ക് തന്നെ കൊടുക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റാർട്ട് ആഫ്റ്റർ പ്രീവിയസ്
കൊടുത്തു. അപ്പോൾ എനിക്ക് ഇത് മാത്രമല്ല സ്റ്റാർട്ട് ആഫ്റ്റർ. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, ഇത് ക്ലിക്ക് ചെയ്തു, ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഇത് ഇത്ര വരെ ക്ലിക്ക് ചെയ്തു. കാര്യം ഈ 4 എണ്ണം എനിക്ക് എന്താണ് സ്റ്റാർട്ട് ആഫ്റ്റർ പ്രീവിയസ് ആവരാണ്. അപ്പം ഞാൻ 4 ഒരുമിച്ച് സെലക്ട് ചെയ്തു, എന്നിട്ട് സ്റ്റാർട്ട് ആഫ്റ്റർ പ്രീവിയസ്. അപ്പം കണ്ടോ, ഇതെല്ലാം ഓരോന്നും കൃത്യമായിട്ട് അത് കഴിഞ്ഞ് വരും. ഓക്കെ, സോ ഞാനത് പ്ലേ ചെയ്ത് നോക്കാം നമുക്ക്. ടോപ്പിക്സ്, ട്രാൻസിഷൻ, അനിമേഷൻ, ആപ്സ് ഓഫ് അനിമേഷൻ, ടൈം. സോ എനിക്ക് ഇതിനകത്ത് എഫക്റ്റിൽ ചെറിയൊരു വ്യത്യാസം വരേണ്ടത്. ഇതെല്ലാം താഴേന്ന് മുകളിലോട്ടാണ് വരുന്നത്. ഞാനിത് സെലക്ട് ചെയ്തതിന് ശേഷം ഓപ്ഷനിൽ എനിക്ക് ലെഫ്റ്റിൽ നിന്നും വരണം, ഈ രീതിയിൽ വരണം. ഓക്കെ, സോ ഞാനത് കൊടുത്തു. സോ വീണ്ടും നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, അടുത്ത് അപ്പോൾ ഇതിനകത്തും ഇപ്പോൾ വന്നത് കുറച്ചൊരു സ്ലോ എഫക്റ്റ്, അല്ലെങ്കിൽ വന്ന് നിൽക്കുന്നതിൻ്റെ ഒരു ഈസിനെസ് കുറവാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഇതും അതുപോലെ മോർ എഫക്ട്സിനകത്ത് പോയതിന് ശേഷം, എഫക്റ്റ് ഓപ്ഷനിൽ പോയതിന് ശേഷം ഞാൻ എന്ത് ചെയ്യും, എഫക്റ്റിനകത്ത് ഡയറക്ഷൻ ഉണ്ട്, ഫ്രം ലെഫ്റ്റ്, ടൈമിങ് ഡിലേ, എത്ര ഡിലേ വേണമെന്നുള്ളതാണ്, ഡ്യൂറേഷൻ, റിപ്പീറ്റ്, ഇതെല്ലാം ഉണ്ട്. സോ ഞാനിവിടെ ഡ്യൂറേഷനാണെങ്കിൽ എനിക്ക് ഇവിടെ നിന്ന് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ കുറച്ചൊന്ന് ഡ്യൂറേഷൻ കുറയ്ക്കുകയാണ്. ഓക്കെ, സോ 25 അല്ല, ഞാനിവിടെ എനിക്ക് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാം. 25 അല്ല, ഞാനൊരു 30 കൊടുക്കുകയാണ്. 30. ഓക്കെ, സോ കുറച്ചും കൂടെ. ഓക്കെ, അപ്പം നമുക്കൊന്ന് നോക്കാം, ഒന്നുകൂടെ പ്ലേ ചെയ്യാം. ഇനി അവസാനത്തെ ഇത് ഞാൻ മാറ്റുന്നില്ല, കാര്യം എംഫസൈസ് ചെയ്യുന്ന സാധനം ഞാൻ എന്ത് ചെയ്യുകയാണ്, അത് മൗസ് ക്ലിക്ക് തന്നെ കിടക്കുകയാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴാണോ ആ ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോഴാണ് എനിക്കത് ആവശ്യം. അതുകൊണ്ട് ഞാൻ സ്റ്റാർട്ട് ഓൺ ക്ലിക്ക് തന്നെ കൊടുത്തു. ഞാനത് കഴിഞ്ഞ് പ്ലേ ചെയ്തു. സോ ടോപ്പിക്സ് വന്നു. അത് കഴിഞ്ഞ് ഞാനൊരു ക്ലിക്ക് കൊടുക്കുന്ന സമയത്ത് കണ്ടോ, ട്രാൻസിഷൻ ഹൈലൈറ്റ് ആയി, ട്രാൻസിഷൻ മാത്രം ഹൈലൈറ്റ് ആയിട്ട് കാണിച്ചു. അപ്പോൾ ഞാൻ കസ്റ്റമറിൻ്റെ അടുത്ത് അല്ലെങ്കിൽ നമ്മൾ ഓഡിയൻസിൻ്റെ അടുത്ത് പറയും, ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ട്രാൻസിഷനെ പറ്റിയാണ് എന്ന് പറഞ്ഞ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, സോ ഇതാണ് ബേസിക് ആയിട്ടുള്ള നമ്മൾ 3 കാര്യങ്ങൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്ത. ഒന്ന് അനിമേഷൻ, അതുപോലെ തന്നെ ട്രാൻസിഷൻ, അനിമേഷൻ്റെ ടൈമിംഗ്, അല്ലെങ്കിൽ അനിമേഷൻ്റെ ടൈമിംഗ് എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്, അനിമേഷൻ്റെ ഡ്യൂറേഷൻ എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്, അതുപോലെ അനിമേഷൻ്റെ ഡിലേ എന്താണെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞില്ല. ഡിലേ മീൻസ് എത്ര സമയം വേണമെന്നുള്ളതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ ഈ ഒരു ഡിലേ, നമ്മൾ ട്രാൻസിഷൻ്റെ ഡിലേ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞ് ഒരു പ്ലേ ചെയ്തിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ വന്നു ടോപ്പിക്സ് വന്ന് കഴിഞ്ഞ ഉടനെ തന്നെ ഇത് തുടങ്ങി, കണ്ടില്ലേ? നമ്മൾ ഈ പ്ലേ ചെയ്ത് കഴിയുമ്പോൾ ടോപ്പിക്സ് കഴിഞ്ഞു, പെട്ടെന്ന് ട്രാൻസിഷൻ വരെയാണ്. പക്ഷേ എനിക്കൊരു ഡിലേ കൊടുക്കണം, ഇത്രയും കാര്യങ്ങൾ എനിക്ക് ഡിലേ വരണം എന്ന് പറഞ്ഞാൽ ടോപ്പിക്സ് വന്ന് കുറച്ച് സെക്കൻഡ് കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യണം. അതിനാണ് നമ്മൾ ഡിലേ ഉപയോഗിക്കുന്നത്. ഡിലേ ഞാനിതാ കണ്ടോ, എല്ലാത്തിലും ആ ഡിലേ എഫക്റ്റ് ആവുകയാണ്. സോ ഞാൻ ഇതിൽ മാത്രം ക്ലിക്ക് ചെയ്യുകയാണ്. കാര്യം ബാക്കിയെല്ലാം ആഫ്റ്റർ പ്രീവിയസ് കൊടുത്തുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. ഇത് മാത്രം ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യുകയാണ്, ഒരു 25-50 3 സെക്കൻഡ് ഡിലേ കൊടുക്കും. ഇപ്പോൾ നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ ആദ്യം ടോപ്പിക്സ് വന്നു, അത് കഴിഞ്ഞ് ഒരു സമയം കിട്ടും, കണ്ടോ? സോ കുറച്ചും കൂടെ കൊടുക്കുക, ഒരു സെക്കൻഡ് കൊടുക്കുക. സോ ഒന്നുകൂടെ പ്ലേ ചെയ്യാം. ഒരു സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷമാണ് അത് വന്നത്. ഇതാണ് ഡിലേ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് വളരെ പ്രധാനമായിട്ടും നിങ്ങൾ അനിമേഷനിലായിരുന്നാലും ട്രാൻസിഷനിലായിരുന്നാലും മനസ്സിലാക്കേണ്ടത്. ഇതെല്ലാം മനസ്സിലാക്കുമ്പോഴത്തേക്ക് ഒരു കാര്യം പ്രത്യേകം എടുത്തു പറയാനുള്ളത്, ഇതെല്ലാം ബേസിക് മാത്രമാണ്. ഓക്കെ, വളരെ ബേസിക് ആയിട്ടുള്ള അനിമേഷൻ ഈ കാണുന്ന, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ കണ്ടിരിക്കുന്ന അനിമേഷൻ ഉപയോഗിച്ച് തന്നെയാണ് ഇനി നാളെ മുതൽ നമ്മൾ പല സ്ലൈഡും ചെയ്യാൻ പോകുന്നത്. പക്ഷേ അതെങ്ങനെ ഉപയോഗിക്കണം, ഏതൊക്കെ രീതിയിൽ ഉപയോഗിക്കാം, ഇതാണ് നമ്മുടെ കാര്യം. ഇപ്പോഴും നമ്മളൊരു നല്ല പ്രസൻറ്റേഷൻ ഉണ്ടാക്കാനുള്ള കളർ എവിടെ നിന്ന് എടുക്കണം, ഏത് കളറാണ് നല്ല പ്രസൻറ്റേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല, അല്ലേ? ഇനി നാളെ മുതലുള്ള ക്ലാസ്സിൽ നമ്മൾ എങ്ങനെ ഒരു നല്ല കളർ കോമ്പിനേഷൻ കൊണ്ടുവരാം, നല്ലൊരു തീമിൽ എങ്ങനെ ഒരു പ്രസൻറ്റേഷൻ ക്രിയേറ്റ് ചെയ്യാം, ഈ അനിമേഷനും കാര്യങ്ങളൊന്നും ഇനി നാളെ മുതലുള്ള ക്ലാസ്സിൽ അനിമേഷനെ ഓരോ പറ്റി ഈ അനിമേഷൻ ഇതാണ് അത് അങ്ങനെയില്ല. ഞാൻ പറഞ്ഞു പോവും, നിങ്ങൾക്കത് മനസ്സിലാവും. നിങ്ങൾ ഈ 3 ക്ലാസ്സും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് അടുത്ത വരുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻസിൽ പേസ്റ്റ് ചെയ്യാവുന്നതാണ്. കമൻസിൻ്റെ ഓപ്ഷൻ നമ്മുടെ ഒരു ഡിസ്കഷൻ ഫോറമായിട്ട് തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. നിങ്ങളുടെ കമൻസിനകത്ത് വരുന്ന കാര്യം കൃത്യമായിട്ടും അടുത്ത എപ്പിസോഡിൽ നമ്മൾ വീഡിയോ വരുന്ന സമയത്ത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിനുള്ള ഉത്തരവുണ്ടാവും.
സോ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം. നാളത്തെ ഒരു അല്ലെങ്കിൽ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന വീഡിയോയിലെ ഒരു ചെറിയൊരു നാളെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് എങ്ങനെ നമുക്കൊരു ഇപ്പോൾ നാളെ നമ്മൾ 2 സ്ലൈഡുള്ള ഒരു വീഡിയോ മീൻസ് പ്രസൻറ്റേഷനാണ്. ഗോൾ സെറ്റിംഗ്, ഒരു ഗോൾ എങ്ങനെ സെറ്റ് ചെയ്യാം. ഗോൾ ഷുഡ് ബി സ്മാർട്ടായിട്ടുള്ള ഗോളാണ്. അപ്പോൾ എസ് എന്താണ്, എം എന്താണ്, എ എന്താണ്, ആർ എന്താണ്, ടി എന്താണ്, അങ്ങനെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുള്ള ഒരു 2 സ്ലൈഡിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. സോ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഔട്ട്പുട്ട് എടുത്തിട്ടുണ്ട്, അത് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. സോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. സോ ഗോൾ സെറ്റിംഗ്, ഓക്കെ, വളരെ സിമ്പിളാണ്. നമ്മൾ ഈ എക്സാമ്പിളാണ് നാളെ ചെയ്യാൻ പോകുന്നത്. സോ മറക്കാതെ നിങ്ങൾ നാളെ എന്നുള്ള രീതിയിൽ മീൻസ് അടുത്ത പാർട്ടിൽ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇതിനിടയിൽ ഒരു ഗ്യാപ്പ് ഇടും. കാര്യം ഈ 3 കാര്യങ്ങൾ, ഈ 3 ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്ക് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. പ്രാക്ടീസ് ചെയ്ത് നോക്കി നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പ്ലേസ് ചെയ്യാവുന്നതാണ്. താങ്ക് യു വെരി മച്ച്.